തീവ്രവാദത്തിന്റെ പുതിയ വെർഷന്റെ ഒരു പരീക്ഷണശാലയായി മാറുകയാണോ യൂറോപ്പും ഒപ്പം മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളും? പാശ്ചാത്യ രാജ്യങ്ങളിലെ ജനങ്ങളുടെ കരുതലും ആതിഥ്യ മര്യാദയും മുതലെടുത്ത് ഇസ്ലാമിക ഭൂരിപക്ഷ രാജ്യങ്ങളിൽ നിന്നും വന്ന അഭയാർത്ഥികൾ തങ്ങൾക്ക് അഭയം തന്ന ദേശത്ത് കാലുറച്ചു കഴിഞ്ഞപ്പോൾ തങ്ങളെ വളർത്തിയ അല്ലെങ്കിൽ തങ്ങൾക്ക് അഭയം തന്നവരെ തിരിഞ്ഞുകുത്തുന്ന പല കാഴ്ചകളും പല വാർത്തകളുമാണ് ഈ നാളുകളിൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും യൂറോപ്പിൽ നിന്നും വരുന്നത്. യൂറോപ്പിലെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന പല ഭീകര ആക്രമണങ്ങൾക്ക് പിന്നിലും ഇത്തരം രാജ്യങ്ങളിൽ നിന്ന് വന്ന അഭയാർത്ഥികളാണ് എന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. പലപ്പോഴും പല മേഖലകളിലും തദ്ദേശീയരായിട്ടുള്ള നിയമ സംവിധാനങ്ങൾക്ക് കടന്നു ചെല്ലാൻ പോലും സാധിക്കാത്ത തരത്തിലുള്ള സംവിധാനങ്ങൾ അവിടെ രൂപപ്പെട്ട് കഴിഞ്ഞു എന്ന വാർത്ത ഞെട്ടലോടെയാണ് നാം ശ്രവിക്കേണ്ടത്. ശരീഅത്ത് നിയമങ്ങൾ പോലും പ്രാബല്യത്തിലുള്ള പല തെരുവുകളും ഇന്ന് UK-യിൽ വ്യാപകമാണ്. UK-യിൽ മാത്രമല്ല, യൂറോപ്പിലെ പല രാജ്യങ്ങളിലും തങ്ങൾ അഭയം കൊടുത്തവരെ ഭയത്തോടെ നോക്കിക്കണ്ട് ജീവിക്കേണ്ട ഗതികേടിലാണ് പാശ്ചാത്യ രാജ്യങ്ങളിലെ തദ്ദേശീയരായിട്ടുള്ള ജനങ്ങൾ. ഇത്തരം ആഗോള പാഠങ്ങൾ കേരളത്തിന് നൽകുന്ന സൂചനയെന്ത്? ഷെക്കീന ബിഗ് ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു അഭയാർത്ഥികൾ അവരുടെ തനി സ്വഭാവം പുറത്തെടുക്കുമ്പോൾ. ഈ ചർച്ചയിൽ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നു സാമൂഹ്യ നിരീക്ഷകൻ ഷെവലിയർ അഡ്വക്കേറ്റ് ശ്രീ VC സെബാസ്റ്റ്യൻ, ഒപ്പം സാമൂഹ്യ നിരീക്ഷകൻ ശ്രീ ജെറാൾ MM-നെ നാം പ്രതീക്ഷിക്കുന്നു, കത്തോലിക്ക കോൺഗ്രസ് പ്രതിനിധി ഡോക്ടർ ജോസുകുട്ടി ജെ ഒഴികയിൽ. മൂന്നുപേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ശ്രീ അഡ്വക്കേറ്റ് VC സെബാസ്റ്റ്യൻ, പലപ്പോഴും ഈ അഭയാർത്ഥികളെ സംബന്ധിച്ചുള്ള ആ ഒരു വിഷയങ്ങളിൽ ഇപ്പൊ ഷെക്കീന ബിഗ് ഡിബേറ്റിന്റെ പ്ലാറ്റ്ഫോം ഉൾപ്പെടെ അങ്ങ് വളരെ ആശങ്കാജനകമായിട്ടുള്ള പല വസ്തുതകളും വർഷങ്ങൾക്ക് മുമ്പ് പങ്കുവച്ചിരുന്നു. അവയൊക്കെ സാധൂകരിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ പല വാർത്തകളും ഈ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും വരുന്നത്. നേരത്തെ ഈ ഇത്തരം ചർച്ചകളുടെയൊക്കെ ഒരു ആരംഭ കാലഘട്ടത്തിൽ അഭയാർത്ഥികളായി ഈ സിറിയയിൽ നിന്നും ഇസ്ലാമിക ഭൂരിപക്ഷ രാജ്യങ്ങളിൽ നിന്നും ഒക്കെ വന്ന് യൂറോപ്പിൽ താമസം ഉറപ്പിച്ച പല അഭയാർത്ഥികളും, എല്ലാവരുമല്ല പലരും, അവർ ആ ദേശത്ത് കാലുകുത്തി ഒരു സെറ്റിൽമെന്റിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ തങ്ങളുടെ തനി സ്വഭാവം പുറത്തെടുക്കുന്ന ഒരു കാഴ്ച. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ശരീഅത്ത് നിയമങ്ങളൊക്കെ യൂറോപ്പിന്റെ പല ഭാഗങ്ങളിലും പ്രാബല്യത്തിലായി കഴിഞ്ഞു. അവിടെ നിയമപാലകർക്ക് പോലും കടന്നു കയറാൻ പറ്റാത്ത അവസ്ഥ. ഈ ഹമാസ് അനുകൂല റാലികളൊക്കെ നടന്ന പല യൂറോപ്യൻ രാജ്യങ്ങളിലും അത്തരം റാലികളിൽ മുഴങ്ങിക്കേട്ടത് ഈ IS-നെയും ഇസ്ലാമിക ഭീകരതയും പിന്തുണയ്ക്കുന്ന പല മുദ്രാവാക്യങ്ങളുമാണ്. എന്റെ ആദ്യത്തെ ചോദ്യം ഇതാണ്: ഈ അഭയാർത്ഥികൾ കടന്നു വന്നതിന് ശേഷം യൂറോപ്യൻ രാജ്യങ്ങളിൽ സംഭവിച്ച അവരുടെ സാമൂഹിക ഘടനയിൽ, രാഷ്ട്രീയ ഘടനയിൽ സംഭവിച്ച ഒരു മാറ്റങ്ങൾ എന്തൊക്കെയാണ്? അത് എത്രത്തോളം നമ്മെ ആശങ്കപ്പെടുത്തുന്നു? അഡ്വക്കേറ്റ് VC സെബാസ്റ്റ്യൻ. ജോജി, ഈ വിഷയമായിട്ടുള്ള ചർച്ചയില് ഇതിനു മുമ്പ് തന്നെ ഷെക്കീന TV-യിലൂടെ ഏതാണ്ട് 2-3 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ പങ്കുവെച്ച കാര്യങ്ങൾ അക്ഷരം പ്രതി ശരിയാണെന്ന് സ്ഥാപിക്കുന്ന സംഭവങ്ങളാണ് ഓരോ ദിവസവും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്, ഓരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അഭയാർത്ഥി പലായനം വരുത്തിയിരിക്കുന്ന അപകടങ്ങളാണ് യൂറോപ്യൻ രാജ്യങ്ങളെ ഒതുങ്ങി നിൽക്കുകയാണ് എന്ന് നമ്മൾ കരുതി ഈ ദിവസം വരെ. പക്ഷേ ഇപ്പോഴത് കിഴക്കൻ രാജ്യങ്ങളിലേക്ക് കൂടി വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്, ഫാർ ഈസ്റ്റ് കൺട്രികളിലേക്ക് കൂടി വ്യാപിക്കുകയാണ്, ഓസ്ട്രേലിയ ഉൾപ്പെടെ ഉള്ളത്. അഭയാർത്ഥികളാകാൻ വേണ്ടി വിധിക്കപ്പെട്ട ജനങ്ങളോട് സഹിഷ്ണുതയും സ്നേഹവും കാരുണ്യവും കാണിച്ചിട്ടുള്ള ഒരു സംസ്കാരത്തിന്, അവരുടെ ആ മനോഭാവത്തിനെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് അവരെ കൊലയ്ക്ക് കൊടുക്കുന്ന ഒരു പ്രവണത ഭയങ്കരമായിട്ട് ഇത് ശക്തി ആർജിക്കുകയാണ്. അഭയാർത്ഥികളെ എവിടെ നിന്നാണ് രൂപപ്പെട്ടതെന്നുള്ളത് അല്പം ചരിത്രം അവർക്കെല്ലാം അറിയാം. മധ്യപൂർവ്വദേശ പ്രദേശങ്ങളിൽ നിന്ന് യുദ്ധത്തിന്റെ ഭീകരതയില് എല്ലാം നഷ്ടപ്പെട്ടവർക്ക് അഭയം കൊടുത്തു എന്നുള്ള വലിയൊരു തെറ്റാണ് യൂറോപ്യൻ രാജ്യങ്ങൾ ചെയ്തു പോയത്. കഷ്ടപ്പെട്ട് ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത വന്ന ഒരു ജനതയ്ക്ക് അഭയം കൊടുത്തു എന്നുള്ള പാപത്തിന്റെ ഫലമാണ് ഇന്ന് യൂറോപ്യൻ ജനത അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്.
ഇറാഖ്, ഇറാൻ, അങ്ങനെയുള്ള പ്രദേശങ്ങള്, സിറിയ, ലെബനോൻ, ഇവിടങ്ങളിൽ കഴിഞ്ഞ നാളുകളുണ്ടായ സംഭവവികാസങ്ങൾ തന്നെ നമുക്ക് ഉദാഹരണമായിട്ടില്ലേ? സദാം ഹുസൈന്റെ കാലങ്ങള്, അതിനുശേഷമുള്ള സംഭവങ്ങള്, ജോർദാനിലെ സംഭവങ്ങള്, സിറിയയിലെ ലെബനോനിലും ഉണ്ടായ സംഭവങ്ങള്, തുർക്കിയിലുള്ള സംഭവങ്ങള്, ഇവിടെയെല്ലാം രൂപപ്പെട്ടു വന്ന യുദ്ധങ്ങളുടെ അനന്തര ഫലമായിട്ട് രൂപപ്പെട്ടു വന്ന അഭയാർത്ഥി പലായനം ചെന്ന് ചേർന്നത് യൂറോപ്യൻ രാജ്യങ്ങളിൽ. ഇവിടെയാണ് നമ്മൾ സാമാന്യ ബുദ്ധിക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യമുള്ളത്. ഞാൻ പണ്ട് ഈ ചാനലിൽ തന്നെ സൂചിപ്പിച്ച കാര്യമാണ്. ഇറാഖിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യമാണ് സമ്പൽ സമൃദ്ധമായ കുവൈറ്റ്. കുവൈറ്റിലോട്ട് ഏതെങ്കിലും ഒരു അഭയാർത്ഥി വന്നതായിട്ട് നമുക്ക് പറയാൻ പറ്റുമോ? 6 ഗൾഫ് രാജ്യങ്ങൾ, UAE ഉൾപ്പെടുന്ന രാജ്യങ്ങള്, ഖത്തർ, ബഹ്റൈൻ, സൗദി അറേബ്യ, മസ്കറ്റ്, കുവൈറ്റ്, ഈ 6 രാജ്യങ്ങളിലേക്കും ഒരു അഭയാർത്ഥിയും വന്നു ചേർന്നിട്ടില്ല. ഇത് സമ്പൽ സമൃദ്ധമല്ലാത്ത രാജ്യമായതുകൊണ്ടാണോ? അല്ല. ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങള്, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മലയാളികൾ ഉൾപ്പെടെയുള്ളവർ ജോലി ചെയ്യുന്ന സ്ഥലം, മുസ്ലിം രാജ്യങ്ങള്. ഈ മുസ്ലിം രാജ്യങ്ങളിലേക്ക് എന്താണ് ഒരു അഭയാർത്ഥിയും ചെന്ന് ചേരാതിരുന്നത്? അതിനൊരു നല്ല ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരം ഇതാണ്: മണൽക്കാട്ടിലേക്ക് പിന്നെ ഒരു ചാക്ക് മണലിന്റെ ആവശ്യമില്ല. മണല് നിറഞ്ഞു നിൽക്കുന്ന ഞങ്ങളുടേതായ രാജ്യത്തേക്ക് ഇനി വേറെ ഒരു അഭയാർത്ഥിയെ സൃഷ്ടിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അഭയാർത്ഥി പലായനം എന്ന് പറയുന്നത് ഒരു യുദ്ധത്തിന്റെ അനന്തര ഫലമായിട്ടുള്ള ബോധപൂർവം സൃഷ്ടിക്കുന്ന മത വൈരാഗ്യത്തിന്റെയും മതഭ്രാന്തിന്റെയും ഭാഗമാണ് എന്നുള്ള യാതൊരു സംശയമില്ല. പക്ഷേ യൂറോപ്യൻ രാജ്യങ്ങളെ ഇവർക്ക് അഭയം കൊടുത്തു. അഭയം കൊടുക്കുക മാത്രമല്ല, അവരെ തങ്ങളുടെ പൗരന്മാരെക്കാൾ ട്രീറ്റ് ചെയ്യുന്നതിൽ ഭംഗിയായിട്ട് അവരെ ട്രീറ്റ് ചെയ്തു. അഭയം കൊടുത്തു, ഭക്ഷണം കൊടുത്തു, പാല് കൊടുത്തു. പാല് കൊടുത്ത കൈകളിൽ തന്നെ ഇപ്പോൾ അവര് കൊത്തിയിരിക്കുകയാണ്. സംഘടിതമായ ഒരു ശ്രമം അവിടെ അതാത് രാജ്യങ്ങളുടെ നിയമങ്ങൾക്കെതിരെ പോലും ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഒരു സംഘടിത ശക്തിയായി മാറി നിന്നുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ട് അതാത് രാജ്യങ്ങളുടെ ഭരണ സംവിധാനങ്ങളെയും സമാധാന ക്രമത്തെയും കൂടി തകർക്കുന്ന രീതിയിലേക്ക് ഒരു ഭീകര പ്രസ്ഥാനങ്ങൾ ഇഴഞ്ഞു നീങ്ങി കയറി വന്നുകൊണ്ട് അവിടുത്തെ ജനങ്ങളെക്കുറിച്ച്, അഭയം നൽകിയ ജനങ്ങളെ തന്നെ ഇല്ലായ്മ ചെയ്യുന്ന ആ വലിയൊരു സംഘടിത ശക്തിയായിട്ട് മാറിയിരിക്കുന്നതിന്റെ രൂപമാണ് കഴിഞ്ഞ 3-5 വർഷക്കാലമായിട്ട് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് യൂറോപ്യൻ രാജ്യങ്ങൾ. അതിനകത്ത് ഒരു പോയിന്റ് കൂടി ഞാനൊന്ന് ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് ശ്രീ വി. സെബാസ്റ്റ്യൻ. പലപ്പോഴും ഇത്തരം അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഇത്തരം പാശ്ചാത്യ രാജ്യങ്ങളിൽ തദ്ദേശീയരായിട്ടുള്ള ജനങ്ങളുടെ ഒരു അധ്വാനം, അവർ അധ്വാനിക്കുന്നു, അവർക്ക് അതിൽ നിന്ന് വരുമാനം ലഭിക്കുന്നു. പക്ഷേ പലപ്പോഴും അവരുടെ ഒരു അധ്വാനത്തിന്റെ ഫലം, അല്ലെങ്കിൽ അവർ രാജ്യത്തിന് നൽകുന്ന ഒരു സമ്പത്ത്, അത് പലപ്പോഴും ഈ പറയുന്ന അഭയാർത്ഥികൾ അവർ വെറുതെ വീട്ടിലിരിക്കുന്നു. അവരുടെ ഈ പറയുന്ന ഈ സമ്പത്ത് ഉപയോഗിച്ച് അവർ വെറുതെ വീട്ടിലിരുന്ന് അവരുടെ ദൈനംദിന കാര്യങ്ങൾ നടത്തുന്നു. അപ്പോൾ ഈ പറയുന്നത് പോലെ ഈ തദ്ദേശീയരായിട്ടുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു മൾട്ടി ആയിട്ടുള്ള ഒരു അറ്റാക്കാണ് പലപ്പോഴും സംഭവിക്കുന്നത്. അവരുടെ സാമൂഹികമായിട്ടുള്ള ഘടനയിൽ മാറ്റം വരുന്നു. ഇവർക്ക് ഈ പറയുന്ന അഭയാർത്ഥികളെ തീറ്റിപ്പോറ്റേണ്ട ഒരു ഗതികേടിലേക്ക് ഇവർ വരുന്നു. മാത്രമല്ല സംഘടിതമായിട്ടുള്ള പല അറ്റാക്സും നടക്കുന്നു. അത് ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയല്ലേ? തീർച്ചയായിട്ടും. അത് പിന്നെ അവര് അതാത് രാജ്യങ്ങളിലെ ജനവിഭാഗം കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിരിക്കുന്ന സമ്പൽ സമൃദ്ധി വീതം വെക്കുക മാത്രമല്ല, അഭയാർത്ഥികളായിട്ട് വരുന്നവർക്ക് സംരക്ഷണമാണ്. സ്വന്തം പൗരന്മാർക്ക് നൽകുന്നതിനേക്കാൾ അധികമായുള്ള സംരക്ഷണം അവർക്ക് മാത്രമല്ല, അവരുടെ ആശ്രിതർക്ക്, അവരുടെ മക്കൾക്ക്, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ അക്കോമഡേഷൻ, ഭവനങ്ങള്, അതുപോലെ അവരുടെ ഭാവിയിലേക്കുള്ള സുസ്ഥിരതയ്ക്ക് വേണ്ടിയുള്ള ജോലി കാര്യങ്ങൾ, ഇവയെല്ലാം അതാത് സർക്കാരുകൾ വളരെ ഭംഗിയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു സംഘടിത ശക്തിയായിട്ട് മാറിക്കൊണ്ട് ആ അഭയം തന്ന രാജ്യങ്ങളെ തന്നെ ആക്രമിക്കുന്ന പ്രവണതയിലേക്കുള്ള ഒരു മതഭീകരവാദ, വളരെ തെളിച്ചു പറയാം, മതഭീകരവാദ അജണ്ടയുമായിട്ട് ഈ കൂട്ടം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത് യൂറോപ്പ് എന്ന് പറയുമ്പോൾ 1-2 രാജ്യങ്ങളിലല്ല. ആദ്യം നമ്മൾ കേട്ടത് ഫ്രാൻസിൽ നടത്തിയ ചില കൊലപാതകങ്ങളെ കുറിച്ചാണ്, പിന്നെ പാരീസിൽ നടത്തിയ കൊലപാതകങ്ങളെ കുറിച്ച്, UK വന്നിരിക്കുന്ന സംഘടിത ശക്തി, എന്തിനേറെ ലോകത്തിൽ ഏറ്റവും സമാധാനത്തോടെ ജനങ്ങൾ കഴിഞ്ഞ രാജ്യമെന്ന് കരുതുന്ന പിന്നെ നോർവേയിലും അതുപോലെ തന്നെ സ്വിറ്റ്സർലാൻഡിലും ഒക്കെ
ഇപ്പോൾ ഈ ശക്തികൾ ഇന്ന് സജീവമാണ്. അപ്പൊ റഷ്യയിൽ കഴിഞ്ഞ സ്വീഡനിൽ ദിവസം ഉണ്ടായ അറ്റാക്ക് ഉണ്ടല്ലോ, ക്രോക്കസ് സിറ്റി ഹാളിലുണ്ടായ അറ്റാക്ക്, റഷ്യയിലുണ്ടായ അറ്റാക്ക്, ഓസ്ട്രേലിയയില് ബിഷപ്പിന് നേരെ ഉണ്ടായ അറ്റാക്ക്, ഇതെല്ലാം വളരെ ദുസൂചനകളാണ് നൽകുന്നത്. പക്ഷെ ദുസൂചനകൾ എന്ന് പറഞ്ഞ ഒരു പദത്തിൽ ഒതുക്കാൻ പറ്റുന്നില്ല ജോജി. കാരണം അത് അതിനും അപ്പുറത്തുള്ള ഒരു ഭീകരതയാണ്. ചെറിയ ദുസൂചന എന്ന് പറഞ്ഞ പദത്തിൽ ഞാൻ ഇവിടെ കാണുന്ന ഏറ്റവും വലിയ അപകടം ഈ അറ്റാക്കിനെ ന്യായീകരിക്കുന്നില്ല, അറ്റാക്കിനെ എതിർക്കുന്നതിനൊപ്പം കാണുന്ന വലിയൊരു അപകടം ആരാണ് ജോജി അറ്റാക്ക് ചെയ്തത്? ഇവിടെ ഓസ്ട്രേലിയയിലെ അറ്റാക്കിനെ കുറിച്ച് ജോജി പറയുമ്പോൾ അവിടെ അറ്റാക്ക് ചെയ്തൊരു 16 വയസ്സുകാരനാണ്. നമുക്കറിയാം 2020 പാരീസിലെ സാമുവൽ പറ്റി എന്ന അധ്യാപകനെ കഴുത്തറുത്തത് വെറും 17 വയസ്സുള്ള ഒരു പയ്യനാണ്. ഭീകരവാദം അതിന്റെ മറ്റൊരു തലത്തിലേക്ക് മാറിയിരിക്കുകയാണ്. ജോജി നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്താണ്, കൊച്ചു കുട്ടികളിലേക്ക് ആ ഭീകരവാദം വന്നിരിക്കുകയാണ് ഇപ്പോൾ. അതാണ് ഏറ്റവും വലിയ അപകടം. അതിന്റെ മറ്റു രൂപങ്ങളൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ പല രൂപത്തിലൊക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ പറയാം ഇത് കഴിഞ്ഞ ശേഷം, ഇതിനിടയ്ക്ക് പറയാം. അങ്ങനെ ഭീകരവാദത്തിന്റെ ശൈലി മാറിയിരിക്കുകയാണ് ഇപ്പോൾ. പണ്ട് അഭയാർത്ഥികളായിട്ട് എത്തിയവരാണ് ഭീകരവാദം ഉന്നയിച്ചെങ്കിൽ ഇന്ന് അവരുടെ അനന്തര തലമുറയിൽ പെട്ടിട്ടുള്ള കൊച്ചു കുട്ടികൾ വരെ ഭീകരവാദികളായിട്ട് മാറുന്ന വലിയ ഒരു പ്രതിഭാസം ലോകത്തെ വലിയൊരു പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുകയാണ് ചെയ്യുന്നത്. അതിന്റെ അനന്തര ഫലങ്ങൾ മറ്റൊരു രൂപത്തിൽ മറ്റ് രാജ്യങ്ങളിലേക്കും വ്യാപിക്കുകയാണ്. ഇത്ര നാള് നമ്മൾ കേട്ടിരുന്നത് പിന്നെ ഈ പറഞ്ഞ മധ്യപൂർവ്വ ദേശത്ത് നിന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോയ അഭയാർത്ഥികളെ ആണെങ്കിൽ ഇപ്പോഴിതാ ഓസ്ട്രേലിയയിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ അതിനെ ഏത് രീതിയിൽ നമ്മൾക്ക് കാണാൻ സാധിക്കണം? നാളെ ന്യൂസിലാൻഡിലും അതുപോലെ തന്നെ സിംഗപ്പൂരിലും ഒക്കെ ഇത് ആവർത്തിക്കില്ലെന്ന് നമുക്ക് ഉറപ്പുണ്ടോ? ആഗോള വ്യാപകമായിട്ട് മതഭീകരവാദ അജണ്ട ശക്തിപ്പെടുമ്പോഴ് നാണം കെട്ട് ഞാൻ പറയട്ടെ, നമ്മുടെയൊക്കെ നാട്ടിൽ ഇതിനെ ഇന്നും ന്യായീകരിക്കുകയും വെള്ളപൂശുകയും ചെയ്യാൻ മത്സരിക്കുന്നവരെ ഓർത്ത് നമുക്ക് ലജ്ജയുണ്ട്, സഹതാപമുണ്ട്. വ്യക്തമാണ്. ശ്രീ ജോസൂട്ടി ഒഴികയിൽ ഈ 2017 ഈ യൂറോപ്യൻ യൂണിയന്റെ യൂറോപോളിന്റെ ഒരു ആനുവൽ റിപ്പോർട്ടിൽ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അത് ഞാനൊന്ന് വായിക്കാം. ദി ഇസ്ലാമിക് സ്റ്റേറ്റ് എക്സ്പ്ലോയിറ്റഡ് ദി ഫ്ലോ ഓഫ് റെഫ്യൂജീസ് ആൻഡ് മൈഗ്രൻസ് to commit acts of terrorism, which was a feature of 2015 പാരീസ് അറ്റാക്ക്. 2017 റിപ്പോർട്ടിൽ തന്നെ, അതായത് ഈ പറയുന്ന അഭയാർത്ഥി പ്രവാഹത്തെ ഇസ്ലാമിക് സ്റ്റേറ്റ് പോലുള്ള കൊടും ഭീകര സംഘടനകൾ അത് മുതലെടുത്ത് അവരെ കരുവാക്കി ഇത്തരം യൂറോപ്യൻ സമാധാനകാംക്ഷികളായ, സമാധാനം പുലർന്നിരുന്ന യൂറോപ്യൻ രാജ്യങ്ങളിൽ വിവിധ തരത്തിലുള്ള ഭീകരാക്രമണങ്ങൾ. ഇപ്പോൾ ഈ ഒരു 2014-15 ആ ഒരു കാലഘട്ടത്തിൽ ഈ പറയുന്ന പോലെ മാസീവായിട്ടുള്ള ഒരു ബോംബ് സ്ഫോടനങ്ങൾ, അത്തരത്തിലുള്ള ഒരു അറ്റാക്കാണ് നടന്നതെങ്കിൽ ഇപ്പോൾ അതിന്റെ ഒരു വെർഷൻ മാറിയിരിക്കുന്നു. പലപ്പോഴും ഒരു ലോൺ വൂൾസ് അറ്റാക്ക്, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഈ ഒറ്റപ്പെട്ട വ്യക്തികൾ നടത്തുന്ന ഈ കത്തിയ ആക്രമണങ്ങൾ. നേരത്തെ ശ്രീ വി സി സെബാസ്റ്റ്യൻ സൂചിപ്പിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അവിടേക്ക് കടന്നു വന്ന ഈ അഭയാർത്ഥികളുടെ ഒരു സെക്കൻഡ് ജനറേഷൻ, അവരുടെ ഒരു റാഡിക്കലൈസേഷൻ എന്ന് പറയുന്നത് ഒരു ഭയം ജനിപ്പിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് അവിടെ സംജാതമാകുന്നത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ ഹമാസ് അനുകൂല റാലികൾ നടന്ന യൂറോപ്യൻ രാജ്യങ്ങളിൽ മുഴങ്ങിക്കേട്ട മുദ്രാവാക്യങ്ങൾ പലപ്പോഴും ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ഫ്ലാഗ് തെരുവിൽ ഉയർത്തിപ്പിടിച്ചാണ് ഇക്കൂട്ടർ ഇതൊക്കെ നടത്തുന്നത്. പക്ഷെ ഇത്തരത്തിൽ പച്ചയ്ക്ക് ഒരു ഭീകരവാദം അവിടെ നടമാടുമ്പോൾ അവിടുത്തെ ഒരു ഭരണകൂടത്തിന് എന്തുകൊണ്ടാണ് ഇത് അമർച്ച ചെയ്യപ്പെടാൻ കഴിയാതെ പോകുന്നത്? പല രാജ്യങ്ങളിലും ഈ പറയുന്നത് പോലെ ഒരു റൈറ്റ് വിങ് ആയിട്ടുള്ള ലീഡേഴ്സ് ഉയർന്നു വരുന്നുണ്ട്. പക്ഷെ എന്നിട്ടും പലർക്കും ഇപ്പോഴും എന്തുകൊണ്ടാണ് നേരം വെളുക്കാതെ പോകുന്നത്? ശ്രീ ജോസൂട്ടി ഒഴികെ വളരെ പ്രധാനപ്പെട്ട കാര്യം, വ്യക്തി സ്വാതന്ത്ര്യത്തിനും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും മതേതരത്വത്തിനും അല്ലെ മതസ്വാതന്ത്ര്യത്തിനും മുൻതൂക്കം നൽകുന്ന രാഷ്ട്രങ്ങളാണ് ഈ യൂറോപ്യൻ രാജ്യം, അല്ലെങ്കിൽ യൂറോപ്യൻ സംസ്കാരം ആർജിച്ചിട്ടുള്ള രാജ്യം. യൂറോപ്പിൽ അല്ലെങ്കിൽ പോലും മറ്റൊരാളുടെ കാര്യത്തിൽ ഇടപെടാതിരിക്കുക, മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തെയും അവരുടെ അഭിപ്രായത്തെ അംഗീകരിക്കുക, അതിനെ വിലമതിക്കുക എന്നുള്ളത് അവരുടെ ഒരു പ്രഖ്യാപിത ജനാധിപത്യ ബോധ്യത്തിന്റെ ഭാഗമാണ്. ആ ജനാധിപത്യ ബോധ്യം അവർക്കുള്ളതുപോലെ തന്നെ മറ്റുള്ളവർക്കും അത് ഉണ്ടാകുമെന്ന ധാരണയിലാണ് അവർ പെരുമാറുന്നത്. മറിച്ച് ഇസ്ലാമികവൽക്കരണം എന്ന ഇസ്ലാമിസ്റ്റുകളുടെ അജണ്ട നടപ്പാക്കുന്നതിന് വേണ്ട ഏറ്റവും നല്ല ഒരു മാർഗമായി അവിടെ നിലനിൽക്കുന്ന ഈ നിയമങ്ങളെ അവർ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ നിയമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവർ അവിടെ അവരുടെ പ്രൊപ്പഗാൻഡകൾ അതിൽ പലതും നിയമവിധേയമായ രീതിയിൽ തന്നെയാണ് നടത്തുന്നു. ആ സമയത്തൊന്നും ആർക്കും ഇടപെടാൻ പറ്റില്ല.
അവിടെ മത തീവ്രവാദം കുട്ടികളിലേക്ക് കുത്തിവെക്കുന്നു. അവരെ അടിസ്ഥാനപരമായി റാഡിക്കലിസ്റ്റുകളാക്കി മാറ്റുന്നു. അങ്ങനെ ഏറ്റവും ചെറിയ പ്രായത്തിലുള്ള കുട്ടികളുടെ മനസ്സിൽ പോലും മറ്റ് മതസ്ഥരോടുള്ള വിദ്വേഷവും പകയും വളർത്തിയെടുക്കുന്നു. ഇതെല്ലാം ക്ലാസ് റൂമിനകത്ത് യാതൊരുവിധ ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കാൻ നടക്കുകയാണ്. അങ്ങനെ ചെറിയ കുട്ടികളെ പോലും മസ്തിഷ്ക പ്രക്ഷാളനം നടത്തി ഇപ്രകാരത്തിൽ മരിക്കാൻ വേണ്ടി തയ്യാറുള്ളവരാക്കി മാറ്റി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോഴാണ് ഈ ലോകം ഇപ്പോൾ ഈ കാര്യത്തെക്കുറിച്ച് ശ്രദ്ധിക്കാനും ഇങ്ങനെ ഒരു അപകടമുണ്ടെന്ന് തിരിച്ചറിയാനും ആരംഭിച്ചു. അപ്പൊ ഇവിടെ ഇനിയും ഈ ജനാധിപത്യം നൽകുന്ന സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് അവർ ഇത്തരം വചനങ്ങൾ നടപ്പാക്കിക്കൊണ്ടിരിക്കും. നമ്മളിവിടെ നമ്മുടെ വി സി സെബാസ്റ്റ്യൻ അല്പസമയം മുമ്പ് സൂചിപ്പിച്ചതുപോലെ ചരിത്രത്തിന്റെ അതിലേക്ക് നമ്മൾ വളരെ പുറകോട്ട് കടന്നു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യകാലത്തുണ്ടായ ഉമയ്യാദ് ഡൈനാസ്റ്റി രൂപീകരണം എന്ന് പറയുന്നത് ശരിക്കും ആഫ്രിക്കയുടെ ഭാഗങ്ങളും യൂറോപ്പിന്റെ ഭാഗങ്ങളും ഒക്കെ ഇസ്ലാമിസ്റ്റുകൾ പിടിച്ചടക്കി. അവരെ ആയുധം ഉപയോഗിച്ച് പിടിച്ചടക്കിയിട്ട് അവിടെയുള്ളവരെ മുഴുവൻ ബലം പ്രയോഗിച്ച് മതമാറ്റത്തിന് വിധേയരാക്കി. അങ്ങനെ മതമാറ്റത്തിന് വിധേയരാക്കുന്ന അന്നത്തെ പ്രോഗ്രാം അങ്ങനെയായിരുന്നു. വാളും പുസ്തകവുമായി പോവുക, വാൾ ഉപയോഗിച്ച് കീഴടക്കുക, അവരെ എല്ലാവരും സംസ്കാരം, വിദ്യാഭ്യാസം, മതം, ജീവിത രീതി, ഭക്ഷണം ഉൾപ്പെടെയുള്ളത് മാറ്റി വേറൊരു ജനമാക്കി മാറ്റിയെടുക്കും. ആ ഒരു പ്രോസസ്സിലൂടെ ആയിരുന്നു കഴിഞ്ഞ കുറെ നാളുകൾ നടന്നതെങ്കിൽ ഇന്നിപ്പോൾ അതിന് രണ്ടാം ലോകയുദ്ധത്തിന് ശേഷം അത്തരത്തിലുള്ളതിന് സാധ്യത കുറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിന്റെ പുതിയ വേർഷനാണ്. ഇതും യുദ്ധം തന്നെയാണ്. ഇത് യുദ്ധതന്ത്രങ്ങൾക്ക് മാത്രമേ മാറ്റമുള്ളൂ. ആ യുദ്ധതന്ത്രം എന്ന് പറയുന്നത് ജനാധിപത്യത്തിന്റെ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് ജനാധിപത്യ രീതിയിലുള്ള ഭരണകൂടങ്ങളെ അകത്തേക്ക് കടന്നു കയറി അവിടെ ആധിപത്യം സ്ഥാപിച്ച് അവിടെ വലിപ്പമുള്ളവരായി മറ്റുള്ളവരെ നിശബ്ദരാക്കി ഭീഷണിപ്പെടുത്തി ഭീതിയിലാഴ്ത്തി സ്വന്തം അധികാരവും സ്ഥാപിച്ചെടുക്കാൻ കഴിയുക എന്നുള്ളതാണ്. അത് തന്നെയാണ് യൂറോപ്പിന്റെ പല ഭാഗങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്റെ അടുത്ത ഒരു ബന്ധുവിന്റെ മകൻ UK-യിൽ അവൻ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഹമാസ് പാലസ്തീൻ ഇഷ്യൂ ഉണ്ടായപ്പോൾ അവന്റെ സ്കൂളിലുള്ള ഒരു സംഘം ആളുകൾ വന്ന് ആരുടെ ഭാഗത്താണെന്ന് ചോദിക്കും. ഭീഷണിപ്പെടുത്തിയാണ് ചോദിക്കുന്നത്. ഇസ്രായേലിന്റെ കൂട്ടത്തിലോ അതോ പാലസ്തീന്റെ കൂട്ടത്തിലോ? ഇസ്രായേലിന്റെ കൂട്ടത്തിലാണെന്ന് പറയാൻ പേടിയായിരുന്നു എന്ന് അവൻ പറഞ്ഞു. അവൻ പേടിച്ച് അവൻ പറഞ്ഞില്ല ഇസ്രായേലിന്റെ കൂട്ടത്തിലാണെന്ന് അവൻ പറഞ്ഞില്ല. അവൻ പറഞ്ഞത് പാലസ്തീന്റെ കൂട്ടത്തിലല്ലേ ശരി എന്ന് ചോദിച്ചാൽ അവൻ തടിതപ്പി പൂരാണ് ചെയ്തത്. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്നതിലും അപ്പുറം റാഡിക്കലിസ്റ്റുകൾ ലോകമെമ്പാടും ഇത് ഇടപെട്ടിട്ടുണ്ട്. ഈ കേരളത്തിലുമുണ്ട്. ഈ തൊട്ടടുത്ത നാളുകളിൽ വിവാദമായ ഒരു മദ്രസ പുസ്തകത്തിന്റെ കാര്യം നിങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെട്ടാവും എന്ന് വിചാരിക്കാണ്. നിന്റെ സുഹൃത്ത് 2ാം ക്ലാസ്സിലെ കുട്ടികളുടെ പുസ്തകമാണ്. നിന്റെ സുഹൃത്ത് മതം മാറാൻ ആഗ്രഹിച്ചാൽ ആദ്യം എന്താണ് ചെയ്യുക? അത് ഓർഡറിലാക്കാണെന്ന് പറഞ്ഞാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്നത് കഴുത്തിലെ കുരിശെടുത്ത് കളയാൻ പറയും. അമുസ്ലിങ്ങളായ മാതാപിതാക്കളിൽ നിന്ന് മാറി നിൽക്കാൻ ആവശ്യപ്പെടും. പിന്നെ ഇസ്ലാമിക വിശ്വാസം ഏറ്റു പറയും. അങ്ങനെ ഓർഡർ ഒരു തിരുത്തുണ്ടെന്ന് തോന്നുന്നു ശ്രീ ജോസൂട്ടി. അത് മദ്രസ പുസ്തകമല്ല, ഈ പീസ് ഇന്റർനാഷണൽ MM അക്ബറിന്റെ ആ സ്കൂളിന്റെ ഒരു സിലബസിന്റെ ഭാഗമായിട്ടുള്ള പുസ്തകമാണ്. എന്താണെങ്കിലും 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന 2ാം ക്ലാസ്സിലെ കുട്ടികൾക്കാണ് ഈ ചോദ്യം വിട്ടുകൊടുത്തിരിക്കുന്നത്. 10 കുട്ടികളെ അവിടെ ഉള്ളെന്ന് വിചാരിച്ചുള്ള അവരുടെ മനസ്സിലേക്ക് ചെല്ലുന്നത് എന്താണ്? ഇവിടെ നടത്തേണ്ടിയിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. അമുസ്ലിങ്ങളാണ് മാതാപിതാക്കളോട് മിണ്ടാൻ പാടില്ല, മറ്റേ കുരിശ് കണ്ടാൽ എടുത്ത് കളയണം, അതല്ലെങ്കിൽ വേർതിരിച്ച് കാണാൻ പഠിപ്പിക്കുകയാണ്. അവര് നമ്മുടെ കൂട്ടത്തിലുള്ളവരല്ല, അവര് വേറെയാണ്. ഈ വേറെയാണ് എന്ന പൊതുധാരയിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഈ ഏറ്റവും അടിസ്ഥാനപരമായ ശ്രമം എന്ന് പറയുന്നത് തന്നെ ഏറ്റവും അപകടകരമാണ്. പൊതുധാരയോട് ചേർന്ന് ജനാധിപത്യ സംസ്കാരത്തിന്റെ ഭാഗമാകാൻ കഴിയാത്ത ഇതൊക്കെ ഇന്നല്ലെങ്കിൽ നാളുകളിൽ ഞങ്ങൾ ഇതിനെല്ലാം കീഴടക്കിയിരിക്കും എന്ന ഉള്ളിലുള്ള തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ തരത്തിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഏറ്റവും അപകടകരമാണ്. ഇത് ജനാധിപത്യം തന്നെ ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തെയും മറ്റൊരാളുടെ വിശ്വാസത്തെയും പരസ്യമായോ രഹസ്യമായോ ചോദ്യം ചെയ്യുന്നത് പോലും തെറ്റാണെന്ന് സ്ഥാപിച്ചെടുക്കുകയും അതിനുവേണ്ടിയുള്ള ഏതുതരം പ്രവർത്തനത്തെയും അത് ഈ മത വിദ്വേഷ പ്രവർത്തനത്തിന്റെ ഭാഗമായി കണ്ടുകൊണ്ടുള്ള പുതിയ നിയമങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടാവുകയാണ്. ഇന്ത്യ രാജ്യത്ത് മാത്രമല്ല, അത്തരം നിയമങ്ങളിലൂടെ മാത്രമേ ഇതിനെ ഒരു ജനാധിപത്യ സമൂഹത്തിന് മറികടക്കാനായിട്ട് പറ്റുള്ളൂ. അല്ലാതെ കത്തിയായിട്ട് വരുന്നതിന് നേരെ വീണ്ടും വേറൊരു കത്തിയുമായിട്ട് ചെന്നെന്ന് കരുതി ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാനായിട്ട് ആവില്ല. അവിടെയാണ് നമ്മുടെ ജനാധിപത്യ രാജ്യങ്ങളിലെ ഭരണകൂടങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ടത് എന്നാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അതുപോലെ തന്നെ മറ്റ് മതങ്ങളെ അംഗീകരിക്കാത്തതും മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കാത്തതും അതുപോലെ മനുഷ്യത്വത്തിന്റെയും മാനവികതയുടെയും മാനങ്ങൾ പാലിക്കാത്തതുമായ നിയമങ്ങൾ ഏത് പുസ്തകത്തിൽ എവിടെയുണ്ടെങ്കിലും അത് നിയമവിരുദ്ധമാണെന്ന് പ്രഖ്യാപിക്കാൻ തക്ക ജനാധിപത്യ ബോധ്യം നമ്മുടെ രാഷ്ട്രങ്ങൾ കാണിക്കണം. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ഉപയോഗത്തിലിരിക്കുന്ന
പല പുസ്തകങ്ങളിലുള്ള പല സംഗതികളും ജനവിരുദ്ധം ആണ്, അല്ലെങ്കിൽ ജനാധിപത്യ വിരുദ്ധമാണ്, മനുഷ്യത്വ വിരുദ്ധമാണ് എന്നുകൊണ്ട് തന്നെ അത്തരം പുസ്തകങ്ങൾക്ക് അവിടെ പ്രസക്തി ഇല്ലാത്ത ഒരു സാഹചര്യമുണ്ട്. അവിടെയാണ് ജനാധിപത്യ രാഷ്ട്രങ്ങളുടെ പ്രസക്തി വരുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ, ശ്രീ ജെറാഡ്, ശ്രീ ജോസൂട്ടി ഒഴികെ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. അതായത് ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഒരു ചരിത്രം നാം പരിശോധിക്കുമ്പോൾ ഈ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവർ അവരുടെ ഒരു അജണ്ട നടപ്പാക്കാൻ ശ്രമിച്ചത് ഈ പറയുന്നത് പോലെ ഒരു വാളിന്റെ രൂപത്തിൽ. പിന്നീട് ഇങ്ങോട്ട് ഈ ചരിത്രത്തിന്റെ പല ഘട്ടങ്ങളിലും നാം പരിശോധിക്കുമ്പോൾ പല രീതിയിൽ ഒളിഞ്ഞും തെളിഞ്ഞും അവരുടെ അജണ്ട അവർ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളിൽ അവർ നടപ്പാക്കുന്നുണ്ട്. പ്രത്യക്ഷത്തിൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഏറ്റവും ഒടുവിൽ നമുക്കറിയാം ഈ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വന്ന ഈ അഭയാർത്ഥി പ്രവാഹം, ഈ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ഭീകര സംഘടനയുടെ ഒരു പ്രബല കാലഘട്ടത്തിൽ ഇസ്ലാമിക ഭൂരിപക്ഷ രാജ്യങ്ങളിൽ നിന്നും ഇവർ വരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ പൊതുവെ ഈ സമാധാനകാംക്ഷികളായ യൂറോപ്പിലെ അല്ലെങ്കിൽ പാശ്ചാത്യ രാജ്യങ്ങളിലെ ജനങ്ങൾക്ക് അത് തിരിച്ചറിയാൻ സാധിച്ചില്ല. അഭയാർത്ഥികളായി വരുന്ന ഒന്നുമില്ലാതെ വരുന്നവർക്ക് തങ്ങൾ അഭയം കൊടുക്കുന്നു എന്നൊരു കാര്യം മാത്രമേ അവർ ചിന്തിച്ചിരുന്നുള്ളൂ. പക്ഷെ 10 വർഷത്തിന് ഇപ്പുറത്തേക്ക് നാം ചിന്തിക്കുമ്പോൾ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ അതിലൂടെ അവർ ഉദ്ദേശിച്ച അജണ്ട എന്തായിരുന്നു എന്ന് നമുക്കിപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ തങ്ങൾ ഭൂരിപക്ഷമല്ലാത്ത മേഖലയിൽ തങ്ങളുടെ അജണ്ട പല ഇടങ്ങളിലും അവർ നടപ്പാക്കുന്നതിൽ ഒരു 10 വർഷം കൊണ്ട് അവർക്ക് സാധിച്ചു. സമാനമായ രീതിയിൽ നാം ചിന്തിക്കുകയാണെങ്കിൽ ഇത്തരം കാര്യങ്ങൾ കേരളത്തിന് നൽകുന്ന ഒരു പാഠം എന്താണ്? നമുക്ക് മുമ്പിൽ നമുക്കറിയാം ഈ 2047 ഇന്ത്യയുടെ ഭരണം തങ്ങൾ കൈക്കലാക്കും എന്ന ദൃഢപ്രതിജ്ഞയുമായി ഭീകര സംഘടനകൾ പുറത്തിറക്കിയ പുസ്തകവും അവരുടെ അജണ്ടയും നമ്മുടെ മുമ്പിലുണ്ട്. കേരളത്തിലെ സമകാലിക സാഹചര്യങ്ങളിൽ നാം നോക്കുമ്പോൾ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ അജണ്ട എങ്ങനെയാണ് ഇവർ നടപ്പാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, അത് എങ്ങനെയാണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ഈ യൂറോപ്പിൽ സംഭവിച്ച ഇത്തരം കാര്യങ്ങൾ സമകാലിക സാഹചര്യത്തിൽ നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന് നൽകുന്ന ഒരു പാഠങ്ങൾ എന്തൊക്കെയാണ് ശ്രീ ജെറാഡ്? അത് പറയുമ്പം ഈ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന് നൽകുമെന്ന് പറയുമ്പം ഇത്തരം ഒരു ചർച്ചയിൽ ഞാൻ പറയുന്ന കാര്യം എത്രത്തോളം ചർച്ചയുടെ ആ സ്പിരിറ്റിനോട് ചേരുന്നതാണെന്ന് അറിഞ്ഞുകൂടാ. എന്നാലും ഇതിന് പരിഹാരം എന്ന് പറയുന്നത് അപ്പോളജറ്റിക്സും പ്രയറും മാത്രമാണ് ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ. ക്രിസ്ത്യ ലൈനിൽ നിന്ന് പറയുമ്പോൾ നേരത്തെ മറ്റേത് സംവാദകർ പറഞ്ഞതുപോലെ ജനാധിപത്യ രാഷ്ട്രങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഈ ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോൾ 2 കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. ഒന്ന്, ഏറ്റവും കാഠിന്യമുള്ളൊരു മതമാണ് പൊളിറ്റിക്കൽ ഇസ്ലാം നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിന് മറുവശമുണ്ട്, ഏറ്റവും ഫ്ലെക്സിബിളായ, അവർ ആയിരിക്കുന്ന സമൂഹത്തോട് ഏറ്റവും പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യുമാണ്. അത്രയും ഫ്ലെക്സിബിൾ ആയ ഒരു സമൂഹം വേറെ ഇല്ലെന്നുള്ള ഉദാഹരണം ഞാൻ പറയാം. നമ്മുടെ ക്രൈസ്തവ സഭകളുടെ ചരിത്രം എടുത്താൽ ഈജിപ്തിലുണ്ടായിരുന്ന ഈജിപ്തിലുണ്ടായിരുന്ന അലക്സാണ്ട്രിയൻ പത്രിയാർക്കീസ്, ജെറുസലേമിലെ പത്രിയാർക്കീസ്, അന്ത്യോക്യൻ പത്രിയാർക്കീസ്, കോൺസ്റ്റാന്റിനോപ്പിൾ പത്രിയാർക്കീസ്, റോം, 5 പത്രിയാർക്കീസുകളാണ്. ഇതിലെ 3 എണ്ണത്തിനെയും കോൺസ്റ്റാന്റിനോപ്പിളിലെ രാജാവിനെതിരെ തിരിച്ചുകൊണ്ട് നമ്മൾ ഒന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് കോൺസ്റ്റാന്റിനോപ്പിളിലെ രാജാവിനെതിരെ തിരിച്ചുകൊണ്ട് ആദ്യമായിട്ട് രംഗപ്രവേശനം ചെയ്യുന്നത്. അതിനു മുമ്പ് തന്നെ ദൈവശാസ്ത്രപരമായിട്ട് ഞങ്ങൾക്ക് യേശുവിനെ അറിയാം, ഞങ്ങൾക്ക് മറിയത്തെ അറിയാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആദ്യം കടന്നു വരുന്നത്. അതിനുശേഷം പിന്നീട് വരുന്നത് കോൺസ്റ്റാന്റിനോപ്പിളിലെ രാജാവ് പുറത്തുനിന്നുള്ളവരും നമ്മൾ അറബികളാണെന്നുള്ള വാദമാണ് ഉയർത്തിയത്. പിന്നെ അങ്ങനെ വന്നതിന് ശേഷം അധികാരം പിടിച്ചെടുക്കുന്നു. അങ്ങനെ കോൺസ്റ്റാന്റിനോപ്പിളിലെ രാജാവ് അറേബ്യയിൽ നിന്ന് പുറത്താകുന്നു. അതിനുശേഷം അധികാരം തങ്ങളുടെ കയ്യിലായി കഴിയുമ്പോൾ അവർക്കുണ്ടാകുന്ന സ്വഭാവത്തെക്കുറിച്ച് ഞാൻ ഇവിടെ ഒരു ഗ്രന്ഥം വായിക്കാം. ഇത് ഓപ്പൺ മാർക്കറ്റിൽ കിട്ടുന്നതാണ്. പ്രേക്ഷകർക്ക് കാണാമെന്ന് എനിക്കറിയില്ല, കാണാമെന്ന് കരുതുന്നു. ഇതിന്റെ ഇസ്ലാമിക സമൂഹം ചരിത്ര സംഭവം, ഇത് ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് തന്നെ ചെയ്യുന്നതാണ് കേട്ടോ, നോൺ ഇസ്ലാമിക് അല്ല, അവരുടെ തന്നെ ആധികാരികമാണ്. അതിലിങ്ങനെയാണ് പറയുന്നത്. ഈ കാലത്ത് മുസ്ലിങ്ങളിൽ ഖവാരിജ് എന്നൊരു പുതിയ കക്ഷി പ്രത്യക്ഷപ്പെട്ടു. മതകാര്യങ്ങളിൽ മനുഷ്യനെ വിധികർത്താവാക്കുന്നത് അവിശ്വാസം, കുഫറാണെന്ന് വിധി. അപ്പം മതകാര്യങ്ങൾ മനുഷ്യനെ വിധികർത്താവാക്കുന്നത് അവിശ്വാസമാണെന്ന് അവർ വാദിച്ചു. അങ്ങനെ അലിയുടെ നടപടി ഖുർആനെതിരാണെന്നും അലി പക്ഷക്കാരിൽ ചിലർക്ക് അഭിപ്രായം ഉണ്ടായിരുന്നു. അതിനാൽ അവർ അലിയുമായി വേർപിരിഞ്ഞു. ഖവാരിജ് എന്ന പേരിലാണ് അവർ അറിയപ്പെട്ടത്. തീവ്രവാദ ശൈലി കൈക്കൊണ്ട ഖവാരിജികൾ ഭീകര പ്രവർത്തനം മാർഗമായി സ്വീകരിച്ചു. ഇത് 656-57 കാര്യമാണ് പറയുന്നു. അള്ളാഹുവിന്റെ പ്രവാചകനായ മുഹമ്മദ് മരിച്ച് 10-20 വർഷം 20-30 വർഷങ്ങൾക്കിടയിൽ നടക്കുന്ന സംഭവങ്ങളായിരുന്നു പറയുന്നു. അപ്പൊ അന്ന് തന്നെ ഇതുണ്ട്. ഇന്ന് പലരും പറയുന്നു ഇസ്ലാമിക തീവ്രവാദം അഥവാ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്നത് അമേരിക്കയുടെ സൃഷ്ടിയാണ്, യഹൂദിന്റെ സൃഷ്ടിയാണെന്ന് പറയുന്നുണ്ട്. ഇത് ഈ യുദ്ധത്തിൽ ഏർപ്പെടുന്നത് മുഹമ്മദിന്റെ കസിൻ, അള്ളാഹുവിന്റെ പ്രവാചകനായ മുഹമ്മദിന്റെ കസിൻ അലിയാണ്.
ഈ അലി എന്ന് പറയുന്നത് മുഹമ്മദിന്റെ കസിൻ മാത്രവുമല്ല, ഏക മകളുടെ ഭർത്താവുമാണ്. ഈ രണ്ട് ബന്ധമുള്ള അലിയുമായിട്ട് മുആവിയ എന്ന് പറയുന്ന മുസ്ലിം രാജാവ് യുദ്ധം ചെയ്യുമ്പോൾ അവിടെ ഒരു സന്ധി വരികയാണ്. ആ സന്ധി വരുമ്പോൾ സന്ധി പാടില്ല എടുത്ത ഭീകര പ്രസ്ഥാനത്തിന്റെ പേരാണ് ഖവാരിജികൾ. അത് അവിടെ മാത്രമല്ല, ഈ പുസ്തകത്തിലും കാണാം, പ്രേക്ഷകർക്ക് കാണാമെങ്കിൽ ഈ പുസ്തകത്തിൽ നിങ്ങൾക്ക് ഇത് വായിക്കാൻ പറ്റും. അറബികളുടെ ചരിത്രമാണ്, യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിന് വേണ്ടിയുള്ള പുസ്തകമാണ്. ഇതിലും നമുക്കിത് കാണാൻ സാധിക്കും. അവിടെയും പറയുന്നത് ഇങ്ങനെയാണ്: അവരാണ് പിന്നീട് ഖവാരിജികൾ എന്നറിയപ്പെട്ടത്. അലിയുടെ ഭരണരീതിയോട് പൊരുത്തപ്പെടാൻ കഴിയാത്ത അദ്ദേഹത്തിന്റെ അനുയായികളുടെ ഒരു വിഭാഗം എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് സംഘടിക്കുവാൻ തുടങ്ങി. അവർ അക്രമോത്സകരായിരുന്നു. അപ്പൊ ഇത് അന്ന് മുതലുള്ളതാണ്. പിന്നെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഇപ്പൊ ആധുനിക കാലഘട്ടത്തിൽ ഓൾറെഡി ഇവിടെ പറഞ്ഞതുപോലെ ഒരു ജനാധിപത്യ സമൂഹത്തിൽ അവരെവിടെയാണോ ജീവിക്കുന്നത് ആ സമൂഹത്തിന്റെ മൂല്യങ്ങളെ ചൂഷണം ചെയ്യുക എന്നുള്ളതാണ്. ഇരവാദം മുഴക്കുക ഒന്ന്, ഏറ്റവും ന്യൂനപക്ഷമാണെങ്കിൽ സാവകാശം ആ നാട് വില കൊടുക്കുന്ന ചില മൂല്യങ്ങളുണ്ട്. മനുഷ്യത്വം, മാനവികത, ജനാധിപത്യം, മതേതരത്വം. അതിൽ ചുവടുറപ്പിച്ചുകൊണ്ടാണ് ഇവർ കയറി വരിക. അപ്പൊ കേരളീയർ എങ്ങനെ സൂക്ഷിക്കണമെന്ന് ചോദിച്ചാൽ ഈ ഐഡിയോളജി തിരിച്ചറിയുക എന്നുള്ളതാണ്. എന്താണ്, എങ്ങനെയാണ് ഇത് വരിക? ഒരു കാര്യത്തെ നമുക്ക് പ്രതികരിക്കണമെങ്കിൽ ആ രോഗം എങ്ങനെയാണ് പകരുന്നതെന്ന് അറിഞ്ഞാലല്ലേ നമുക്ക് പ്രതിവിധിക്ക് മാർഗമുള്ളൂ. ഇത് പകരുന്നത് ആ സമൂഹത്തിന്റെ മൂല്യത്തിൽ അധിഷ്ഠിതമാണ്. ഒരു കുടുംബവുമായി ബന്ധപ്പെടുകയാണെങ്കിൽ ആ കുടുംബം നല്ല മൂല്യങ്ങൾ പുലർത്തുന്നതാണെങ്കിൽ ആ രീതിയിലാണ് അത് ഇൻഫിൽട്രേറ്റ് ചെയ്യുക. അല്ലാതെ ഒരു ഭീകര രൂപത്തിലോ എക്സ്ട്രീമിസത്തിന്റെ രൂപത്തിലോ അല്ല വരുന്നത്. അതാണിപ്പം ജനാധിപത്യത്തിന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് അമേരിക്കയും യൂറോപ്പിലും അവിടുത്തെ രാഷ്ട്രങ്ങൾ നൽകുന്ന ജനാധിപത്യത്തിന്റെ മൂല്യങ്ങളിൽ നിന്നുകൊണ്ടാണ് അവർ പ്രശ്നമുണ്ടാക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം, കേരളത്തിലാണെങ്കിലും സംഭവിക്കുന്നത് തന്നെയാണ്. ഭാരത ഭരണഘടന നൽകുന്ന ചില സ്വാതന്ത്ര്യങ്ങളെ അത് ദുർവിനിയോഗം ചെയ്യുകയാണ്. അങ്ങനെയാണ് ഇത് പിടിമുടക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ കേരളത്തിന് ഇതിന്റെ പരിഹാരം എന്ന് പറയുന്നത് തീർച്ചയായും ഓൾറെഡി ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റുകൾ ധാരാളമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ സഹസമ്പാദകരായിരിക്കുന്ന ബഹുമാനരായി ഇവരെ പോലെയുള്ളവർ പ്രവർത്തിക്കുന്നു. ഇതൊക്കെ തന്നെയാണ് നിരന്തരമായ ചർച്ചകള്, ബോധവൽക്കരണം. കേരള സർക്കാർ തന്നെ നടത്തിയ റീറാഡിക്കലൈസേഷൻ നമുക്ക് ഓർക്കാം. അത്തരം നടപടികളാണ് ഏറ്റവും ഫലപ്രദമായിട്ട് ഇതിനുള്ളതെന്നാണ് കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ എനിക്ക് പറയാനുള്ളത്. മറ്റൊന്ന്, നമ്മൾ ഇവരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ ഏറ്റവും ഉത്കണ്ഠാകുലരാക്കേണ്ട വിഷയം എന്താണെന്നറിയാമോ? ഇവിടെ നമ്മൾ പറയുന്നുണ്ട് ഭൂരിപക്ഷവും പൊളിറ്റിക്കൽ ഇസ്ലാമിക വിശ്വാസികളും നല്ലവരാണെന്ന് പറയുന്നു. പക്ഷെ അവരുടെ നിശബ്ദതയെ നമ്മൾ വിമർശിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ഏറ്റവും ഭയക്കേണ്ട വിഷയം അതാ. ഇസ്ലാമിക തീവ്രവാദം പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഭീഷണിയേക്കാൾ വലുത് നല്ലവരാണെന്ന് പറയുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിക വിശ്വാസികളുടെ നിശബ്ദതയാണ്. ഒരു ഉദാഹരണം പറയാം. ഹമാസ് ഈ ഗാസ കേരളത്തിലാണ് എന്ന രീതിയിൽ ഇവിടെ ശക്തമായ പ്രകടനങ്ങൾ നടക്കുന്നുണ്ട്. ഗാസയ്ക്ക് വേണ്ടി കഴിഞ്ഞ നോമ്പ് കാലത്തടക്കം പ്രാർത്ഥനകൾ നടന്നു. പക്ഷേ 1,00,000-ലധികം അർമേനിയൻ ക്രൈസ്തവരുടെ ദുരിതത്തെക്കുറിച്ച് ഇവിടെ ഒരു ഇസ്ലാമിക നേതാക്കളും സംഘടനയും ആകുലപ്പെടുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ തങ്ങളുടെ മതത്തിൽപ്പെട്ടവർക്ക് മാത്രം പ്രശ്നമുണ്ടാകുമ്പോൾ ആകുലപ്പെട്ടിട്ട് ഉന്നത സ്ഥാനീയരായ ഈ സമുദായത്തിന്റെ നേതാക്കൾക്ക് മനസാക്ഷി കുത്തില്ല എന്നുള്ളതാണ്. അതായത് ഗർഭസ്ഥ അവസ്ഥയിൽ തന്നെ കൃത്യമായൊരു ഫോർമേഷൻ നടക്കുന്നുവെന്നുള്ളത് അതിന്റെ പ്രശ്നം. കാശ്മീരി പണ്ഡിറ്റുകളുടെ കാര്യത്തിൽ വേദനയില്ല. നൂറുകണക്കിന് ഓരോ ദിവസവും നൂറുകണക്കിന് ക്രൈസ്തവര്, മറ്റു മതസ്ഥര് ആഫ്രിക്കയിൽ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ സംഘടന പ്രതികരിക്കുന്നില്ല എന്നോർക്കണം. അഫ്ഗാനിസ്ഥാനിൽ ഇവർ തമ്മിൽ തല്ലുകയാണ്, പാകിസ്ഥാനിൽ തമ്മിൽ തല്ലുകയാണ്. ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ഇടപെടുന്നില്ല എന്നോർക്കണം. അപ്പോൾ തമ്മിൽ തല്ലുമ്പോഴും മറ്റു മതസ്ഥരെ ഉപദ്രവിക്കുമ്പോഴും ഇസ്ലാമിക നേതാക്കൾ കാണിക്കുന്ന നിശബ്ദതയും നല്ലവരെന്ന് പറയുന്നവർ കാണിക്കുന്ന നിശബ്ദതയുമാണ് നമ്മൾ ഏറ്റവും ഗൗരവത്തോടെ എടുക്കേണ്ടത്. ഇതിന്റെ ഭീകര പ്രവർത്തനത്തെക്കാൾ കൂടുതൽ ആശയപരമായിട്ട് ഇത്തരക്കാരാണ് ഇതിനെ നിലനിർത്തുന്നത്, പുറമേ കാണുന്നതല്ല. അപ്പൊ ഇവരെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ബോധവൽക്കരിക്കേണ്ടത്. അതിന് പരിഹാരം ഇസ്ലാമിക ചരിത്രം കൂടുതൽ പുറത്തേക്ക് എടുത്തിടുക എന്നുള്ളതും, എങ്ങനെയാണ് ഈ ആദ്യകാലത്തെ ഖലീഫമാര് കാര്യങ്ങൾ നേടിയത്, രാഷ്ട്രങ്ങളെ കീഴടക്കിയത്. 750 ആദ്യത്തെ ഖലീഫയായിരുന്ന മുആവിയ ഭരണകൂടത്തെ അബ്ബാസിഡ് ഭരണകൂടം കീഴടക്കുന്നുണ്ട്. അതിനുശേഷം ഈ അബ്ബാസിഡ് ഭരണകൂടം ഒരേ മതവിശ്വാസികളായ മുആവിയകളോട് കാണിക്കുന്ന ക്രൂരത, ഞാൻ പറയുന്ന നമുക്ക് സിനിമകളിൽ പോലും കാണിക്കുകയില്ലാത്തക്കുള്ള ക്രൂരകൃത്യങ്ങളാണ് അബ്ബാസിഡ് ഭരണകൂടം മുആവിയ ഭരണകൂടത്തോട് കാണിക്കുന്നത്. മറ്റുള്ളവരോടുള്ള അനീതിയോടുള്ള നിശബ്ദതയും, തങ്ങൾക്കെതിരെയുള്ള ചെറിയ അനീതി പോലും ഇവർ സഹിക്കില്ല. അതിന് മാക്സിമം പബ്ലിസിറ്റി സോഷ്യൽ മീഡിയയിലും മുഖ്യധാരാ മാധ്യമങ്ങളിൽ ഇവർ കൊടുക്കുമെന്നുള്ളതാണ് ഇവരുടെ വിജയം. ഓക്കെ,
ശ്രീ അഡ്വക്കേറ്റ് വി സി സെബാസ്റ്റ്യൻ, നമ്മൾ ഈ കേരളത്തിന്റെ ഒരു പശ്ചാത്തലത്തിലുള്ള ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ടാണ് ഞാൻ അടുത്ത് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ യൂറോപ്പിലേക്കുള്ള ഒരു അഭയാർത്ഥി പ്രവാഹം അത് സൃഷ്ടിച്ച ഒരു പ്രതിസന്ധി നമുക്കറിയാം. സമാനമായിട്ടുള്ള രീതിയിലുള്ള ഒരു സാഹചര്യം, അതിന്റെ ഒരു മിനിയേച്ചർ വെർഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. ഈ അതിഥി തൊഴിലാളികളുമായി ബന്ധപ്പെട്ട ഒരു വിഷയം കേരളം നേരിടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഞാൻ കാണാൻ ഇടയായി. പ്രത്യേകിച്ച് മധ്യ കേരളത്തിലെ പെരുമ്പാവൂർ നഗരത്തിൽ നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ യൂറോപ്പിലൊക്കെയുള്ള തങ്ങളുടെ മാത്രം നിയമ സംവിധാനങ്ങൾ നിലനിൽക്കുന്ന ചില തെരുവുകളൊക്കെ നാം കണ്ടു. അതുപോലെ അത്ര ഇല്ലെങ്കിൽ പോലും അവർ കൈയടക്കി വെച്ചിരിക്കുന്ന ചില ഏരിയകളുണ്ട്. പ്രത്യേകിച്ച് അവിടെ ലഹരിയുടെ യൂസേജ്, അധാർമിക അസന്മാർഗിക പ്രവർത്തനങ്ങൾ പലപ്പോഴും പോലീസിനോ എക്സൈസിനോ ഒന്നും അവിടേക്ക് കടന്നു ചെല്ലാൻ സാധിക്കുന്നില്ല എന്ന് നാട്ടുകാർ തന്നെ പരാതിപ്പെടുന്ന ഒരു അവസ്ഥ. ഒപ്പം ഈ കേരളത്തിലേക്ക് വന്നിരിക്കുന്ന ഈ അതിഥി തൊഴിലാളികൾ ഒരു സുപ്രഭാതത്തിൽ പണി മുടക്കുകയാണെങ്കിൽ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ, സാമൂഹിക വ്യവസ്ഥയിൽ അത് സൃഷ്ടിക്കുന്ന പ്രത്യാഘാതങ്ങൾ വളരെ ഗുരുതരമല്ലേ? അത് എന്തുകൊണ്ടാണ് പലപ്പോഴും അതിന്റെ ഒരു ഭീകരമായിട്ടുള്ള അവസ്ഥ? ഒരിക്കലും അതിഥി തൊഴിലാളിയെ തള്ളിപ്പറയോ ഒന്നുമല്ല. അതിൽ നല്ലവരായിട്ടുള്ള വ്യക്തിത്വങ്ങളുണ്ട്, വളരെ നല്ല വ്യക്തികളൊക്കെ ഉണ്ട്, കേരളത്തിന് വേണ്ടിയിട്ട് അധ്വാനിക്കുന്നവരുണ്ട്. പക്ഷേ എങ്കിൽ പോലും ആ ഒരു അവസ്ഥയുടെ ഒരു ഭീകരത, ഒരു പ്രതിസന്ധി എന്തുകൊണ്ടാണ് പലപ്പോഴും ചർച്ചയാകാതെ പോകുന്നത്? അഡ്വക്കേറ്റ് വി സി സെബാസ്റ്റ്യൻ. ജോജി, അതിഥി തൊഴിലാളികളെയും അഭയാർത്ഥികളെയും നമുക്ക് ഒരുപോലെ കാണാൻ സാധിക്കില്ല. അഭയാർത്ഥികൾ എന്ന് പറയുന്നത് ഓരോ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ അഭയം പ്രാപിച്ചവരാണ്. അതിഥി തൊഴിലാളികൾ എന്നുള്ള ആ പേര് കേരളത്തിന്റെ മാത്രം ഒരു പ്രത്യേകതയുമാണ്. കാരണം കേരളത്തിൽ നിന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക്, ഗൾഫ് രാജ്യങ്ങളിലേക്കുമൊക്കെ പോയിട്ടുള്ളവരെ ഒരു രാജ്യവും അതിഥി തൊഴിലാളികൾ എന്ന ആ കാറ്റഗറിയിൽ പെടുത്തിയിട്ടില്ല. അവരെയെല്ലാം കുടിയേറ്റക്കാരെന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ ഗൾഫ് രാജ്യത്ത് ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന്, കേരളത്തിൽ നിന്ന് കുടിയേറി വന്നിരിക്കുന്ന വ്യക്തി എന്നാണ് ആ രാജ്യം കാണുന്നത്. കുടിയേറ്റക്കാരാണ്. അഭയാർത്ഥികളും കുടിയേറ്റക്കാരും വ്യത്യസ്തമുണ്ട്. കേരളത്തിലേക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകൾ എത്തിയിരിക്കുന്നവര് ശരിക്കും പറഞ്ഞാൽ കുടിയേറ്റക്കാരാണ്. ജോലിക്ക് വേണ്ടി ജോലി അന്വേഷിച്ചു വന്നവരാണ്. അവരെ സംസ്ഥാന സർക്കാർ അതിഥി തൊഴിലാളി എന്ന കാറ്റഗറിയിലേക്ക് പെടുത്തിയതിന്റെ പിന്നിൽ പല ഉദ്ദേശങ്ങളുണ്ടാകാം. പ്രധാനമായിട്ടും ഇവർ വന്നിരിക്കുന്നത് ബംഗാളിൽ നിന്നാണ്. ബംഗാൾ എന്ന് പറയുന്ന സംസ്ഥാനം മുൻകാലത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഒരു ഈറ്റില്ലമായിരുന്നു. അവിടെ അത് അവര് തകർന്ന തരിപ്പണമായി. അതിനുശേഷമാണ് കേരളത്തിലേക്കുള്ള ആ നാട്ടിലുള്ള പൊതു യുവജനങ്ങളുടേതായിട്ടുള്ള ഒരു ഒഴുക്ക് ഉണ്ടാകുന്നത്. ജീവിക്കാൻ വേണ്ടി ജീവിതം വഴിമുട്ടിയ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ശമ്പളം ഇന്ത്യയിൽ കിട്ടുന്ന, തൊഴിലിന് ഏറ്റവും കൂടുതൽ കൂലി കിട്ടുന്ന ഒരു സംസ്ഥാനത്തിലേക്ക് ആളുകൾ വരികയും സംസ്ഥാനത്ത് ഇവിടെ നിന്നുള്ള യുവജനങ്ങളുടെ ഒഴുക്ക് മൂലം പ്രവർത്തികൾ ചെയ്യുവാൻ ആളില്ലാതെ വരികയും ചെയ്ത സാഹചര്യത്തിൽ അവരുടെ സാന്നിധ്യം ഒരു പരിധിവരെ നമുക്ക് അനുഗ്രഹമായിട്ടുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ കാണുന്ന ചില അപകടങ്ങളാണ് ജോജി പറഞ്ഞത് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതിഥി തൊഴിലാളികളുടെ സംഘടിത രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട് നമ്മുടെ സംസ്ഥാനത്ത്. ഈ സംഘടനത്തിന്റെ രൂപത്തിന്റെ പിന്നിൽ തെളിച്ചു പറയാം, രണ്ട് പ്രധാനപ്പെട്ട വിഭാഗങ്ങളാണ് ഉള്ളത്. ഒന്ന്, മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു വിഭാഗമാണ് ഇതിനകത്ത് പ്രവർത്തിക്കുന്നത്. രണ്ട്, SDP പോലുള്ള മുസ്ലിം സംഘടനകളുടെയും ഇതിനു മുമ്പ് നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിന്റെയും ഒക്കെ വിഭാഗങ്ങള് അതിഥി തൊഴിലാളികളുടെ സംഘടിത രൂപത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി ശ്രമിച്ചതിന്റെ ഉദാഹരണങ്ങള് തെളിവ് സഹിതം കഴിഞ്ഞ കോവിഡിന്റെ സമയത്ത് ചങ്ങനാശ്ശേരിക്കടുത്ത് പായിക്കാട്ടില് ഒരു മണിക്കൂർ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ആയിരക്കണക്കിന് സംഘടിതരായിട്ട് സകല നിയമങ്ങളും നിരോധിച്ചുകൊണ്ട് അവർ കൂടിയ സംഭവങ്ങളൊക്കെ നമുക്കറിയാം. ഈ സംഘടിത രൂപം കേരളത്തിന്റെ മധ്യ കേരളത്തിൽ പ്രത്യേകിച്ച് വലിയ ഒരു സാമൂഹ്യ വ്യവസ്ഥിതിക്കുള്ള മാറ്റത്തിന്റെ ആരംഭം കുറിച്ചിട്ടുണ്ട് എന്നുള്ളത് ഷെക്കേന ടെലിവിഷനിലൂടെ ഇതിനു മുമ്പ് തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അതിന്റെ അനന്തര ഫലങ്ങൾ ഒരു മത ധ്രുവീകരണത്തിലുള്ള സാധ്യതകളും കാലക്രമേണ നമ്മൾ തള്ളിക്കളയണ്ട. ഇപ്പോഴത്തുള്ള മതസമവാക്യങ്ങൾക്കെല്ലാം മാറ്റമുണ്ടാകുന്ന ഒരു വലിയ അപകടം കേരളത്തിനെ നോക്കി പാർത്തുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിന്റെ പശ്ചാത്തലത്തെ കുറിച്ച് ജോജി എന്നോട് വിശദമായിട്ടൊന്ന് ചോദിക്കുമ്പോൾ ഒരു ചരിത്രം കൂടി എനിക്ക് പറയാനുണ്ട്. അത് നമ്മളെല്ലാം നിസ്സാരവൽക്കരിച്ച് പോയിട്ടുള്ള ചില ചരിത്രമാണ്. തെളിച്ചു പറയാം. 1990 സിഗരറ്റ് ബോംബ് എന്ന് പറഞ്ഞ ആ വിഷയം നമ്മൾ നിസ്സാരവൽക്കരിച്ചു. 1996 കടലുണ്ടി പാലത്തിൽ ബോംബ് വെച്ച സംഭവം
എങ്ങനെയാ? അതൊരു സംഭവമായിട്ട് പോലും എടുക്കുവാൻ സാധിച്ചില്ല. 1997 സമാനമായിട്ടുള്ള കൊലപാതകങ്ങൾ കേരളത്തിൽ അരങ്ങേറിയപ്പോൾ അതിനെയും ഗൗരവമായിട്ട് എടുക്കുവാൻ കേരളത്തിന്റെ ഭരണ സംവിധാനങ്ങൾക്കായിട്ടില്ല. കോയമ്പത്തൂർ സ്ഫോടനം അത് ഇന്നും ഒരു ചർച്ചാ വിഷയമായിട്ട് മാത്രം അങ്ങ് മാറിയിരിക്കുകയാണ്. മാറാട് കലാപം നമ്മുടെ മനസ്സിലില്ല, ഇന്നത്തെ തലമുറയുടെ മനസ്സിലും അതിനെക്കുറിച്ചുള്ള ഓർമ്മകൾ മാറിയിട്ടില്ലെന്ന് ഞാൻ കരുതുകയാണ്. വാഗമണ്, ഇവിടെ അടുത്ത് വാഗമണ്ണിലുണ്ടായ ക്യാമ്പുകള്, ട്രെയിനിങ് പ്രോഗ്രാംസ്, അതിനെയും വെള്ളപൂശുവാനാണ് കേരളത്തിൽ മാറി മാറി ഭരിച്ച ഭരണ സംവിധാനങ്ങൾ ശ്രമിച്ചിട്ടുള്ളതെന്നും നമ്മൾ മറക്കരുത്. പാനായിക്കുളം സംഭവവും കളമശ്ശേരി സ്ഫോടനവും നമ്മുടെ മുമ്പിൽ ചില സൂചനകൾ നൽകി കഴിഞ്ഞ കാലങ്ങളിൽ അരങ്ങേറിയപ്പോഴ് നിയമവ്യവസ്ഥയെ നമ്മൾ ജെറം സൂചിപ്പിച്ചല്ലോ, ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യം, അധികാരം, അവകാശം, നിയമങ്ങള് ഇതെല്ലാം നിഷ്ക്രിയമാകുന്ന നിസ്സഹായാവസ്ഥയിലേക്ക് കേരളം മാറിയത് നമ്മൾ മറക്കരുത്. ഇനി മറ്റൊരു വശത്തേക്ക് പറയുക, നമ്മുടെ തൊട്ടടുത്ത രാജ്യമായ ശ്രീലങ്കയില് കഴിഞ്ഞ ഒരു ഈസ്റ്റർ ദിനത്തിൽ നടന്ന ആക്രമണം നമ്മുടെ ഓർമ്മയിൽ നിന്ന് മാഞ്ഞിട്ടില്ല. അതിന്റെ അടിവേരുകൾ അന്വേഷിച്ചു വന്നപ്പോൾ പാലക്കാട്ട് നിന്നല്ലേ ആദ്യത്തെ അറസ്റ്റ് നടന്നത്. ഇത് നൽകുന്ന സൂചന എന്താണ്? ICS ഭീകര സംഘടനയിലേക്കുള്ള പങ്കാളിത്തം കേരളത്തിൽ നിന്ന് എത്രമാത്രം ഉണ്ടെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് തെളിവുകൾ സഹിതം സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ICSലേക്ക് പോയിരിക്കുന്ന മലയാളികളുടെ എണ്ണവും സഹിതവും നമ്മൾ കേട്ടിട്ട് പോലും ഒരു മാറ്റത്തിനോ ഒരു നിയമ നടപടികൾക്കോ കേരളത്തിലെ സംസ്ഥാന ഭരണ സംവിധാനങ്ങൾ മാറി മാറി ഭരിച്ചവര് തയ്യാറായിട്ടുണ്ടോ? അഫ്ഗാനിസ്ഥാനിലെ ഭീകരവാദ പ്രസ്ഥാനങ്ങളിലേക്കുള്ള മലയാളി സാന്നിധ്യത്തിന്റെ കണക്കുകൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടില്ലേ? ഹമാസ് ഭീകരവാദത്തെ പോലും ന്യായീകരിക്കുന്ന പ്രക്രിയ ഈ അടുത്ത നാളിലല്ലേ കേരളത്തിൽ അരങ്ങേറിയത്? കേരളത്തിലെ ഭീകരവാദത്തിന്റെ സ്ലീപ്പിംഗ് സെല്ലുകൾ ഉണ്ടെന്ന് അക്കമിട്ട് പറഞ്ഞത് ഞാനോ ജോജിയോ ഷക്കീന ചാനലോ അല്ല, കേരളത്തിലെ മുൻ DGPമാരാണ്. കേരളത്തിലെ ഭീകരവാദത്തിന്റെ സ്ലീപ്പർ സെല്ലുകൾ ഉണ്ടെന്ന് പറഞ്ഞത് കേന്ദ്ര സർക്കാരാണ്. കേരളത്തിൽ ഭീകരവാദത്തിന്റെ സ്ലീപ്പർ സെല്ലുകൾ ഉണ്ടെന്ന് ആവർത്തിച്ചു പറഞ്ഞത് 2021 ജൂണിൽ UN ആണ്. കേരളത്തിലെ മുൻകാലങ്ങൾ അരങ്ങേറിയ ആയുധ പരിശീലനങ്ങൾ എത്രമാത്രം ഗൗരവമായിട്ട് എടുത്ത് നീങ്ങുവാൻ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾക്കും പ്രസ്ഥാനങ്ങൾക്കുമായിട്ടുണ്ട്. ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ടുള്ള പല ഭീകര പ്രസ്ഥാനത്തിനും താവളമായിട്ട് ഇടത്താവളമായിട്ട് കേരളം മാറുന്ന അതിഭീകരതയെ നമ്മൾ ഇപ്പോഴും നിസ്സാരവൽക്കരിക്കുകയില്ലേ? ജോജി, ഈ സിഡ്നിയില് അഭിമന്യ പിതാവിനെ കത്തികൊണ്ട് കുത്തിയ ആ 16 വയസ്സുകാരനും ആലപ്പുഴയില് കുന്തിരിക്കം മലരും എന്ന് പറഞ്ഞ മുദ്രാവാക്യം വിളിച്ച കുട്ടിയും തമ്മിൽ എന്താണ് വ്യത്യാസമുള്ളത്? ശരിക്കും അത് സമാനമായ കാര്യങ്ങളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന്റെ സമസ്ത മേഖലയിലും വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ കോളേജുകള്, സ്ഥാപനങ്ങള്, അവിടെ എല്ലാം ഇതിന്റെ അജണ്ടകൾ ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് തിരിച്ചറിയാത്തത് ക്രൈസ്തവർ മാത്രമേ ഉള്ളൂ. ക്രൈസ്തവ സ്ഥാപനങ്ങള്, ക്രൈസ്തവ പ്രസ്ഥാനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നേതൃത്വമുള്ളവർക്ക് ഇപ്പോഴും ഇതിനെക്കുറിച്ച് ബോധ്യമുണ്ടായിട്ടില്ല. ജെറോം പറഞ്ഞത് വളരെ കറക്റ്റാണ്. നമുക്ക് ഇതിനെക്കുറിച്ചുള്ള ബോധ്യമുണ്ടാകുന്നില്ല. വളരെ വ്യക്തമായിട്ട് പറയാൻ, ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ലക്ഷ്യമാക്കിയുള്ള തീവ്രവാദ അജണ്ടകൾ, ഇതുപോലുള്ള ശക്തികള് വളരെ സജീവമായിട്ട് ഇന്ന് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ അമൽജ്യോതിയിൽ നടന്ന അക്രമങ്ങളൊക്കെ അതിന്റെ ഒരു ടെസ്റ്റ് ഡോസ് ആയിട്ട് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? അമൽജ്യോതിയിൽ മാത്രമല്ല, മറ്റു പല സ്ഥാപനങ്ങളിലേക്ക് ഇതിപ്പോ മാറിയിട്ടുണ്ട്. പല സ്ഥാപനങ്ങളിലേക്കും. അമൽജ്യോതിയിലെ ഒരു ചെറിയ ഉദാഹരണം മാത്രമാണ്. വിഷയത്തിൽ നിന്ന് മാറിയാണ് സംഭവങ്ങള് പിന്നീട് വ്യാഖ്യാനിക്കപ്പെട്ടത് എന്നുള്ളത് തന്നെ അതിന്റെ തെളിവാണ്. ഇതിന് പാലാ സെന്റ് തോമസ് കോളേജിലെ യുവജനോത്സവത്തിന്റെ ഭാഗമായിട്ട് നടത്തിയ പ്രചരണങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടതല്ലേ? കേരള യൂണിവേഴ്സിറ്റിയിലെ യുവജനോത്സവത്തിന്റെ പേര് തന്നെ കൊടുത്തത് ഒരു ഭീകരവാദ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട പേരല്ലേ? ഇതെല്ലാം നമ്മൾ കാണേണ്ടത് പുതുതലമുറയിലേക്ക്, പണ്ടത്തെ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഭീകരവാദത്തിന്റെ അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് നമ്മൾ മാറുന്നതാണ് നമ്മൾ കാണേണ്ടത്. അതായത് മക്കളിലേക്ക്, പുതുതലമുറയിലേക്ക്, 16 വയസ്സുകാരനിലേക്ക്, 18 വയസ്സുകാരന്റെ മനസ്സിലേക്ക് ഭീകരവാദം സംഘടിതമായിട്ട് അടിച്ചേൽപ്പിക്കുകയും അവരെ ഉപകരണങ്ങളാക്കുകയും ചെയ്യുന്ന വലിയ ഒരു അധപ്പതനം നമ്മൾ കേരളത്തിലെ സാക്ഷര സമൂഹമാണ്. ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന സാന്നിധ്യമാണ് മലയാളികൾ. ഇതൊക്കെ ശരി തന്നെ.
പക്ഷെ കേരളത്തിന്റെ അതിന്റെ അനന്തര ഫലങ്ങള് അതിന്റെ അക്കമിട്ട് തുടരുക മാത്രമല്ല, ഈ നാട് ഭരിക്കുന്ന പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇതിന് ഒത്താശ ചെയ്യുകയും അവരുടെ ഇടയിലേക്കും ഇത് വ്യാപിക്കുകയും ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് പരമാർത്ഥം. ഓക്കെ, വളരെ വ്യക്തമാണ് ശ്രീ വി സി സെബാസ്റ്റ്യൻ. ശ്രീ വി സി സെബാസ്റ്റ്യൻ സൂചിപ്പിച്ച ഒരു പോയിന്റാണ് ഞാൻ ജോസൂട്ടി ഒഴികനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ യൂത്തിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഭീകര സംഘടനകളുടെ ഒരു പ്രവർത്തനം, അത് പലതരത്തിൽ. അതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം നമുക്കറിയാം, ഇപ്പം അമേരിക്കൻ ക്യാമ്പസുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി പ്രക്ഷോഭം, പ്രത്യക്ഷത്തിൽ നാം നോക്കുമ്പോൾ ഒരു യുദ്ധവിരുദ്ധ പ്രക്ഷോഭം എന്നാണ് പല മാധ്യമങ്ങളും ഒക്കെ അതിനെ വ്യാഖ്യാനിക്കുന്നത്. പക്ഷേ അതിന്റെ ഉള്ളിലേക്ക് നാം ചെകഞ്ഞു നോക്കുമ്പോൾ ഈ പറയുന്നത് പോലെ അവിടെ ഈ ഹമാസ് ഭീകരർ ഇസ്രായേലിനെതിരെ നടത്തുന്ന യുദ്ധത്തിനിടുന്ന ഒരു പേര് ഇന്തിഫാദെ, അതൊക്കെയാണ് അവിടെ മുഴങ്ങിക്കേൾക്കുന്നത്. യുദ്ധവിരുദ്ധ ഒരു പ്രക്ഷോഭം എന്ന ഒരു ഓമന പേരിട്ട് അവിടെ നടക്കുന്നത് ഹമാസ് അനുകൂല പ്രക്ഷോഭങ്ങളാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒപ്പം തന്നെ അതിന്റെ പിന്നിൽ ഈ ഖത്തർ പോലുള്ള രാജ്യങ്ങളുടെ ഫണ്ടിങ്, മുസ്ലിം ബ്രദർഹുഡിന്റെ ഫണ്ടിങ് ഒക്കെ ഉണ്ടെന്ന് കൃത്യമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ യൂത്തിനെ പിടിക്കുക, അതായത് ഒരു പോസിറ്റീവ് ഓർ നെഗറ്റീവ് ചേഞ്ച്, അത് ആദ്യം അവരെ ടാർഗറ്റ് ചെയ്യുന്നത് ഈ യൂത്തിനെയാണ്. അപ്പോൾ അതൊരു ആശങ്ക ജനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയല്ലേ? അത് ക്യാമ്പസുകളിൽ അരാജകത്വം സൃഷ്ടിക്കുന്നു, അത് പിന്നീട് മറ്റ് ഇടങ്ങളിലേക്ക്, അത് പൊതുസമൂഹത്തിലേക്ക് അത് വ്യാപിക്കുന്നു. അപ്പോൾ ഈ യൂത്തിനെ മറയാക്കി ഈ ഭീകര സംഘടനകൾ ചെയ്യുന്ന ഒരു കുൽസിത ശ്രമങ്ങൾ, അതിന്റെ ഏറ്റവും ഒരു ഒടുവിലത്തെ ഉദാഹരണമല്ല ഈ അമേരിക്കൻ ക്യാമ്പസുകളിൽ നടക്കുന്നു. ഒപ്പം തന്നെ ശ്രീ വി സി സെബാസ്റ്റ്യൻ ചൂണ്ടിക്കാണിച്ചതുപോലെ നമ്മുടെ കേരളത്തിലെ ക്യാമ്പസുകളും കേന്ദ്രീകരിച്ച് നടത്തുന്ന ഈ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ. ശ്രീ ജോസൂട്ടി ചെയ്യൊഴുകി. തീർച്ചയായും അതിനകത്ത് യൂത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവര് കാൽപ്പനികതയുടെ, പ്രണയത്തിന്റെ, സൗഹൃദത്തിന്റെ, സൗകുമാര്യങ്ങളുടെ ഒക്കെ ലോകത്തിലാണ്. അതോടൊപ്പം അവർ പുതുതായിട്ട് അറിവുകൾ ആർജിക്കുകയും അവർ പഠിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും വിപ്ലവകരമായ രീതിയിൽ ചിന്തിക്കാനും ഇടപെടാനും ഒക്കെ അവർ പോലും അറിയാതെ അവരുടെ ഉള്ളിൽ ഒരു ത്വരയുണ്ട്. അതുകൊണ്ടാണ് ചരിത്രത്തിൽ എക്കാലവും പറഞ്ഞിരിക്കുന്നത് യുവാക്കന്മാർ അല്പം വിപ്ലവകാരികളായിരിക്കും, ധിക്കാരികളായിരിക്കും, അല്ലെങ്കിൽ അനുസ്മരണയിൽ ഇല്ലാത്തവരായിരിക്കുന്ന എല്ലാ കാലഘട്ടത്തിലും. സോക്രട്ടീസിന്റെ കാലം മുതൽ ചെറുപ്പക്കാർ ഈ പഴികൾ കേൾക്കുന്നുണ്ട്. പിന്നീട് അവർ വലുതാകുമ്പോൾ പിന്നീട് അവരുടെ അടുത്ത തലമുറ വരുന്ന ചെറുപ്പക്കാരും അവർക്ക് ഈ പഴി കേൾക്കുന്നു. അപ്പൊ ഇവിടെ പ്രസക്തമാകുന്ന കാര്യം എന്താണ്, ഈ ഇസ്ലാമിസ്റ്റുകൾ ഈ മേഖലയിൽ ഉപയോഗിക്കുന്ന തന്ത്രം, അത് ഇരവാദമാണ്. ഇരവാദം അതിന്റെ ഏറ്റവും മനോഹരമായ രീതിയിൽ അവതരിപ്പിക്കുക. സ്വാഭാവികമായും ഇരയോടും വേദനിക്കുന്നവരോടും ഒക്കെ ഒരു സഹാനുഭൂതി, അതൊരു യുദ്ധത്തിന്റെ വേറൊരു പരിപ്രേക്ഷ്യം തന്നെയാണത്. അവരോടൊക്കെ ഒരു അനുകമ്പ, അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ, ആ ഒരു കാര്യത്തെയാണ് ഇവർ ഏറ്റവും മനോഹരമായി ചൂഷണം ചെയ്തുകൊണ്ട് യുവാക്കളെ ഇതിലേക്ക് ആകർഷിക്കുന്ന ഒരു കാര്യം. രണ്ടാമത്തെ സംഗതി, ഈ ഇസ്ലാമിസ്റ്റുകൾ ഉയർത്തുന്ന ചില മുദ്രാവാക്യങ്ങളാണ്. അതായത് ആ മുദ്രാവാക്യങ്ങളുടെ ഒരു ധ്വനി എന്ന് പറയുന്നത് ഇത് വളരെ മഹത്തരമായിട്ടുള്ളതെന്നാണ്, ദൈവം കാരുണ്യവാനാണ്, അങ്ങനെയുള്ള ചില സംഗതികളാണ്. മൂന്നാമതായിട്ട് ഇവർ ഉപയോഗിക്കുന്നത് ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ള മറ്റ് സമൂഹങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള ചില സംഭവങ്ങളെ പർവ്വതീകരിച്ച് കാണിക്കുക എന്നുള്ളതാണ്. അതിന്റെ പേര് പോലും ഇപ്പൊ കുരിശ് യുദ്ധം എന്ന് പറയുമ്പോൾ അവർ പറയുന്നത് അത് മതവൽക്കരണത്തിന് വേണ്ടി ക്രൈസ്തവർ നടത്തിയുള്ള യുദ്ധമാണ്. ആ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട മുഴുവൻ ഇസ്ലാമിസ്റ്റുകളാണ്. യഥാർത്ഥത്തിൽ മറിച്ചാണ് എന്നുള്ള വസ്തുത അവരവിടെ സംസ്കരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ചില പ്രത്യേകതരം സംജ്ഞകളും ചില പ്രത്യേകതരം സിംബലുകളും അതുപോലെ ആശയങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചെറുപ്പക്കാർക്കിടയിലേക്ക് കടന്നു ചെല്ലുകയും അതിന്റെ പ്രാരംഭഘട്ടത്തിൽ അവരെന്താണോ ഇഷ്ടപ്പെടുന്നത് അതിലേക്ക് അവരെ ആകർഷിക്കുകയും അതിനുശേഷം അടുത്ത ഘട്ടത്തിൽ അവരിലേക്ക് തീവ്രവാദം വളർത്തുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ നടക്കുന്ന വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷനാണ് നമ്മുടെ യൂറോപ്പിലെ ക്യാമ്പസുകളിലൂടെയും അമേരിക്കയിലെ ക്യാമ്പസുകളിലൂടെയും ഈ ഖത്തറും അതുപോലുള്ള രാജ്യങ്ങളിൽ നേതൃത്വമുള്ള ഫണ്ടിങ് വഴി അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാശ് വേണ്ടവന് കാശ്, മയക്കുമരുന്ന് വേണ്ടവന് മയക്കുമരുന്ന്. ആകെപ്പാടെ പറയുന്നത് കേട്ടാൽ മാത്രം മതി, പ്രക്ഷോഭം ഉണ്ടാക്കിയാൽ മതി, ഒറ്റപ്പാടുണ്ടാക്കിയാൽ മതി, നിങ്ങൾക്ക് വേണ്ടതെല്ലാം തരാമെന്ന് പറയും. സാവധാനം അതിന്റെ അങ്ങ് ഭാഗമാകും. നിയമപരമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ ഞങ്ങൾ പ്രൊട്ടക്ട് ചെയ്തോളാം എന്നൊരു വാഗ്ദാനം. അതോടൊപ്പം ഈ നമ്മുടെ സിനിമകളിലൂടെ ഒക്കെ കിട്ടുന്ന പ്രചോദനം പോലെ തന്നെയാണ് ആക്രമിക്കാനുള്ള അനുവാദം കൊടുക്കുകയും ആക്രമിച്ചാൽ അതിന് പിന്തുണ കൊടുക്കാം എന്ന് പറയുകയും ചെയ്യുമ്പോൾ അതിലേക്കും ആകർഷണമാകുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടി സമ്മേളിപ്പിച്ചുകൊണ്ടുള്ള ഒരു വ്യക്തമായ നീക്കമാണ് നടക്കുന്നത്. ഇത് കേരളത്തിലെ മാത്രം, നമ്മൾ കേരളത്തെ ഒറ്റപ്പെടുത്തി പറയുക എന്നുള്ളതല്ല, കേരളം ഇവിടെ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇത് ലോകമെമ്പാടും നടന്നുകൊണ്ടിരിക്കുക സംഘടിതമായി. അത് നമ്മൾ ഏത് മേഖല എടുത്തു കഴിഞ്ഞാലും, യൂറോപ്പ് ആയിക്കോട്ടെ, അമേരിക്ക ആയിക്കോട്ടെ, നമ്മുടെ പശ്ചിമേഷ്യൻ ഏതാനും രാജ്യങ്ങൾ വിട്ടിട്ടുള്ള
ബാക്കി വരുന്ന ഏഷ്യൻ രാജ്യങ്ങളായിക്കോട്ടെ, ഇവിടങ്ങളിലെല്ലാം ഇസ്ലാമിക രാഷ്ട്രങ്ങളായി മാറപ്പെടാത്ത എല്ലാ രാജ്യങ്ങളിലും പ്രത്യക്ഷമായോ പരോക്ഷമായോ ഇത്തരം പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ കേരളത്തിലെ ജനങ്ങളും ഇരകളാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇവിടുത്തെ സങ്കുചിതമായ പ്രാദേശികമായ താൽക്കാലിക രാഷ്ട്രീയ ലാഭം പിന്നിൽ കണ്ടുകൊണ്ട് പലപ്പോഴും പല കാര്യങ്ങളും നിശബ്ദത പാലിക്കുന്നു, മിണ്ടാതിരിക്കുന്നു. അത് ലവ് ജിഹാദിന്റെ കാര്യം പറയുമ്പോഴാണെങ്കിലും സ്ലീപ്പിംഗ് സെല്ലിന്റെ കാര്യങ്ങൾ പറയുമ്പോഴാണെങ്കിലും മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളും ഭരണവുമായി നേരിട്ട് ബന്ധപ്പെടുന്ന ആൾക്കാർക്കും അതിൽ അഭിപ്രായങ്ങളില്ല. അവരതിൽ നിശബ്ദരാണ്. അവരത് കേട്ടതായിട്ടോ കണ്ടതായിട്ടോ അവർ ഭാവിക്കുന്നേ ഇല്ല. അങ്ങനെ ഒരു സംഭവം ഉള്ളതായിട്ട് പോലും ഭാവിക്കുന്നു. ആരെങ്കിലും ശക്തമായി അതിനോട് നിലപാടെടുത്ത് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അവരെ മതവാദികളും അതുപോലെ തന്നെ മത തീവ്രവാദികളോ അല്ലെങ്കിൽ അവരെ ആ തരത്തിൽ അവരെ മാറ്റി ചിത്രീകരിക്കുകയാണ് ചെയ്യുന്നത്. അവർ വർഗീയവാദികളായി അവരെ ചിത്രീകരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇവിടെയാണ് ഇതിന്റെ അപകടം എന്ന് പറയുന്നത്. ജനാധിപത്യത്തിന്റെ ഭാഗത്ത് നിൽക്കുന്നവരെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ജനാധിപത്യവാദികളും ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലകൊള്ളുമെന്ന് നമ്മൾ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഈ തരത്തിലുള്ള കുൽസിത ശ്രമങ്ങളെ അപലപിക്കാതിരിക്കുകയും അവരതിനോട് നിസ്സംഗത കാണിക്കുകയും ചെയ്യുമ്പോൾ സാവധാനം ഒരു വലിയ വിഭാഗം ജനങ്ങൾ ഇതിന്റെ ഇരകളാക്കപ്പെടുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയേണ്ട കാലം സമയം കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ ചരിത്രപരമായ പശ്ചാത്തലം എന്തായിരുന്നു ഇസ്ലാമികവൽക്കരണത്തിന്റെ ആഗോള ചരിത്രം? ഈ തരത്തിൽ ചരിത്ര വിശകലന സ്വഭാവത്തോടു കൂടിയുള്ള പഠനങ്ങളും ആ തരത്തിലുള്ള പഠിപ്പിക്കലുകളും നമുക്ക് ഉണ്ടായെങ്കിൽ മാത്രമേ നമ്മുടെ നിലനിൽപ്പിന് സാധ്യമാവുകയുള്ളൂ. പ്രത്യേകിച്ചും കേരളത്തെ സംബന്ധിച്ചിടത്തോളം. കാരണം ഇവിടുത്തെ ഒരു വലിയ തലമുറ രാജ്യം വിട്ടു പോകുന്ന ഒരു സമകാലീന സാഹചര്യം ഇവിടെയുണ്ട്. അപ്പോ തീർച്ചയായും വളരെ ബോധപൂർവം ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ സമയവും നമ്മുടെ ബുദ്ധിയും നമ്മുടെ കഴിവുകളും ഒക്കെ നശിപ്പിച്ചു കളയാതെ വളരെ വിശാലമായ ദീർഘകാല ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് തന്നെ ആണ് കേരളത്തിലെ ക്രൈസ്തവ സമൂഹവും ക്രൈസ്തവ സഭകളും നീങ്ങേണ്ടതെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളെ നേരെ വഴിക്ക് കൊണ്ടുവരുവാനും വസ്തുതകൾ നിർത്താനും കഴിയണമെങ്കിൽ നമ്മളും നമ്മുടെ താൽക്കാലിക ലാഭങ്ങൾ മാറ്റി വെച്ചുകൊണ്ട് കൃത്യമായ നിലപാടുകളുമായി മുന്നോട്ട് പോകണം. മതവർഗീയതയുടേതോ മതവിദ്വേഷത്തിന്റേതല്ല, ചരിത്രത്തിന്റെ പശ്ചാത്തലത്തിൽ സമകാലീന സംഭവങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് ഉണ്ടാകാൻ സാധ്യതയുള്ള അപകടങ്ങളെ ചൂണ്ടിക്കാണിക്കുന്ന തരത്തിലുള്ള വളരെ ബുദ്ധിപരമായ ദീർഘവീക്ഷണത്തോടുള്ള പ്രവർത്തനമാണ് വാസ്തവത്തിൽ നമ്മുടെ ഭാഗത്തുനിന്നും കേരളത്തിലെ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകേണ്ടത്. അത് അധികാരത്തിന് വേണ്ടി എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകുന്ന രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. അധികാരത്തിന് വേണ്ടി എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകുക എന്നത് തെറ്റില്ല എന്ന നിലപാടാണ് നമ്മുടെ ബഹുഭൂരിഷ രാഷ്ട്രീയ നിലപാടുകൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കുള്ളത്. അപ്പൊ അതിനെയും കൂടെ അപ്പുറം കടക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകേണ്ടത് നമ്മുടെയൊക്കെ ഭാഗത്തു നിന്ന് തന്നെയാണ്. മാധ്യമം എന്നുള്ള നിലയ്ക്കും ഒരു സഭാ സമൂഹം എന്നുള്ള നിലയ്ക്കും ഒരു വിശ്വാസ സമൂഹം എന്നുള്ള നിലയ്ക്കും നിലപാടുകൾ എടുക്കാനായിട്ടുള്ള ആ കാര്യത്തിലേക്കാണ് നമ്മൾ കടക്കേണ്ടത് എന്നാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാൻ. ഓക്കെ, വളരെ വ്യക്തമാണ്. അവസാനമായി ശ്രീ ജെറാർഡ്, നേരത്തെ അങ്ങ് ഈ ചർച്ചയുടെ ആദ്യ ഘട്ടത്തിൽ പ്രത്യേകം സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്, ഒരു പോയിന്റ് ഉണ്ട്, ഒരു ബോധവൽക്കരണം. ഞാൻ ഒരു സ്വയം വിമർശനപരമായിട്ട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമാണ്. പ്രത്യേകിച്ച് ഇത്തരത്തിൽ ആഗോളതലത്തിലുള്ള വെല്ലുവിളികൾ, പ്രതിസന്ധികൾ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ രൂപത്തിൽ, ഇസ്ലാമിക ഭീകരതയുടെ രൂപത്തിൽ പ്രത്യേകിച്ച് ഈ ക്രൈസ്തവ സമൂഹത്തിന് നേരെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കുറെ കൂടി ഒരു പൊളിറ്റിക്കൽ ലിറ്ററസിയിലേക്ക്, അല്ലെങ്കിൽ ഈ വേൾഡ് പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഈ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കുറെ കൂടി ഒരു ലിറ്ററസിയിലേക്ക് പ്രത്യേകിച്ച് ഈ ക്രൈസ്തവ യുവജനങ്ങൾ വളരേണ്ടതില്ല. നമ്മൾ ഒരു ഉദാഹരണമായിട്ട് എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ പറയാൻ സാധിക്കും. അതായത് ഇപ്പൊ ഒരു സർവേ നമ്മൾ നടത്തുകയാണ്. നമ്മൾ ഈ ചർച്ചയിൽ തന്നെ ഡിസ്കസ് ചെയ്ത പോയിന്റ്സ്, ഇപ്പൊ ഇസ്രായേലും ഹമാസ് ഭീകരരും തമ്മിലുള്ള യുദ്ധം, ഈ കുരിശ് യുദ്ധം, അല്ലെങ്കിൽ യൂറോപ്പിലേക്കുള്ള ഈ അഭയാർത്ഥി പ്രവാഹം, അത് എത്ര ക്രൈസ്തവ യുവജനങ്ങൾക്ക് അതിനെപ്പറ്റി അറിയാം? മറുസൈഡിൽ മറുവിഭാഗത്തോട്, മറ്റ് ഇതര സമുദായങ്ങളിലെ യൂത്തിനോട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായിട്ടുള്ള വെർഷൻ കൃത്യവും വ്യക്തവുമായിട്ടുള്ള രീതിയിൽ അവർക്ക് പ്രസന്റ് ചെയ്യാൻ സാധിക്കും. ഒരു സർവേ അങ്ങനെ നടത്തി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്വന്തം കാലിനടിയിലുള്ള മണ്ണ് ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുമ്പോൾ, നേരത്തെ ശ്രീ ജോസൂട്ടി ജെ ഒഴികയിൽ സൂചിപ്പിച്ചതുപോലെ നിസാരങ്ങളായിട്ടുള്ള പല കാര്യങ്ങളിലേക്കുമാണ് പലപ്പോഴും ക്രൈസ്തവ സമൂഹങ്ങളുടെയും ഒക്കെ ഒരു ശ്രദ്ധ പോകുന്നത്. അപ്പോൾ കുറെ കൂടി ലിറ്ററസിയിലേക്ക്, ഈ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട അത്തരം കാര്യങ്ങളിലേക്ക് ഉയരേണ്ട ഒരു സാഹചര്യം അതിക്രമിച്ചിട്ടില്ലേ ശ്രീ ജെറാർഡ്? ഒറ്റ വാക്കിൽ പറയാമല്ലോ, വളരെ ഉണ്ട് എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് തന്നെയാണ് പറയാനുള്ളത്. അതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരിക്കൽ മാർപ്പാപ്പ ഈ പ്രകൃതിയോട് ചെയ്യുന്നത് തെറ്റാണെന്നും പ്രകൃതിയോട് ചെയ്യുന്ന ദ്രോഹം കുമ്പസാരിക്കേണ്ട പാപമാണെന്നും പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു ക്രൈസ്തവ സമൂഹം മനസ്സിലാക്കേണ്ടത് ഏറ്റുപറയേണ്ട ഒരു തിന്മയായിട്ട്
പൊളിറ്റിക്കൽ അവയർനെസ് ഇല്ലാത്തത്, പത്രം വായിക്കാത്തത് ആലങ്കാരികമെന്ന് പറയാവട്ടെ പാപമാണെന്ന് മനസ്സിലാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ക്രൈസ്തവ സമൂഹം അടിയന്തരമായി വരേണ്ടതുണ്ട്. പത്രമാധ്യമങ്ങൾ, മുഖ്യധാരാ മാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയ മാധ്യമങ്ങൾ ഇതൊക്കെ കൃത്യമായി നിരീക്ഷിക്കുകയും നമ്മുടെ സമൂഹത്തിൽ എന്താണ് നടക്കുന്നത് എന്നുള്ള ആ ഒരു ഉത്തരവാദിത്വം ഒരു ക്രിസ്ത്യാനിയുടെ വിളിയുടെ ഭാഗമാണ്. നിങ്ങൾ ഭൂമിയുടെ ഉപ്പും ലോകത്തിന്റെ പ്രകാശമാകാനാണ് പറഞ്ഞത്, ഒളിച്ചോട്ടത്തിന്റെ തലമല്ല പറഞ്ഞിരിക്കുന്നത്. ഈ വിഷയം കൃത്യമായും മാതാപിതാക്കൾ, പുതിയ തലമുറയിലേക്ക് മാത്രമല്ല മാതാപിതാക്കളിലേക്ക്, ഇപ്പോഴൊരു 60 വയസ്സിന് താഴേക്കുള്ള എല്ലാവരും പുതിയ ജനറേഷനിന്റെ രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ കൃത്യമായും രാഷ്ട്രീയമായ ബോധമില്ലായ്മ അപകടമുണ്ടാക്കും. രാഷ്ട്രീയ നിസ്സംഗത മതതീവ്രവാദത്തിനും രാഷ്ട്രീയ ഏകാധിപത്യത്തിനും വഴിവെക്കുമെന്ന് ക്രിസ്ത്യാനികൾക്ക് ബോധമില്ല. ആ ഒരു അവസ്ഥ അവരെ ബോധ്യപ്പെടുത്തുകയും അതുകൊണ്ട് പത്രം വായിച്ചില്ലെങ്കിൽ അത് തെറ്റാണ്, അത് തിന്മയാണ്. നമ്മളോട് തന്നെയും വരുന്ന തലമുറയോടും കാര്യങ്ങൾ മനസ്സിലാക്കിയാലേ പ്രതികരിക്കാൻ പറ്റുകയുള്ളൂ. ഇതിനോടനുബന്ധിച്ച് മറ്റൊരു ചോദ്യം, 2047 ഉപേക്ഷിച്ചു എന്നുള്ള വാദം പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനെ തകർത്തു കളഞ്ഞു എന്നുള്ള വാദം പറയുന്നുണ്ട്. ഐ ഡോണ്ട് ബിലീവ്, ഞാനത് വിശ്വസിക്കുന്നില്ല. കാരണം എന്താണെന്നറിയാമോ, ഇത്രയും മനോഹരമായിട്ട് രൂപം മാറാൻ, മനോഹരം എന്ന വാക്ക് അതിന്റെ അർത്ഥതലത്തിലല്ല, ആകർഷണീയമായ രീതിയിൽ രൂപം മാറാൻ കഴിയുന്ന ഒരു ഒരു പ്രത്യയശാസ്ത്രം പൊളിറ്റിക്കൽ ഇസ്ലാം പോലെ മറ്റൊന്നില്ല. 2047 പദ്ധതി അവർ അബാൻഡൻ ചെയ്തിട്ടില്ല. നമ്മൾ എപ്പോഴും ഇവിടെ കാണുന്നത് 2 കൂട്ടരെയാണ്. ഒന്ന് ആക്രമണോത്സുകരായ കൂട്ടരെ കാണുന്നു, 2 രാഷ്ട്രം നൽകുന്ന ജനാധിപത്യ മര്യാദകളെ, മൂല്യങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ട്, മതേതരത്വവും മാനവികതയും ചൂഷണം ചെയ്തുകൊണ്ട് ഇരവാദം മുഴക്കി ആശയപരമായി ഐഡിയോളജിക്കൽ അറ്റാക്ക്, മറ്റൊന്ന് പേടിപ്പിക്കുന്ന തീവ്രവാദപരമായ അറ്റാക്ക്. ഇത് രണ്ടും നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. എന്നാൽ രാഷ്ട്രീയമായ ഇൻഫിൽട്രേഷൻ നമ്മൾ തിരിച്ചറിയുന്നില്ല, ഉദ്യോഗസ്ഥലത്തിൽ നടക്കുന്ന ഇൻഫിൽട്രേഷൻ തിരിച്ചറിയുന്നില്ല, കച്ചവട വ്യവസായ മേഖലയിൽ നടക്കുന്ന ഏകാധിപത്യം നമ്മൾ തിരിച്ചറിയുന്നില്ല. അപ്പം വ്യത്യസ്തമായി ഇത് രൂപം മാറിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റുകൾക്ക് ഈ മേഖലയിൽ കൂടുതൽ ചെയ്യാൻ കഴിയുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. ശക്തമായ അപ്പോളജിസ്റ്റുകൾ ഉയർന്നു വരണം. കാരണം അപ്പസ്തോലന്മാര്, അല്പം കൃത്യമായി പറഞ്ഞാൽ അപ്പസ്തോലന്മാര്, അപ്പസ്തോല പ്രവർത്തികളിൽ അവരൊരു വീട് വാടകയ്ക്ക് എടുക്കുകയും 2 വർഷക്കാലം അവരുമായി തർക്കത്തിൽ ഏർപ്പെടുകയും ചെയ്തു. നമ്മൾ വേദതർക്കം നിർത്തിക്കളഞ്ഞു, പകരം മതേതരത്വം കൊണ്ടുവച്ചു. കേരള ക്രൈസ്തവർ പഠിക്കേണ്ട പാഠം ഈ പറയുന്ന 3 പത്രിയാർക്കീസുകളിൽ നിന്നാണ്. പൗരസ്ത്യ സഭയുടെ 3 പത്രിയാർക്കീസുകൾ. അതിൽ നിന്ന് പാഠം പഠിക്കുന്നില്ല എങ്കിൽ നമുക്കിനി പാഠം പഠിക്കാൻ സമയമുണ്ടാകാൻ പോകുന്നില്ല. ക്രിസ്തീയ മേഖലയിൽ നിന്നുള്ള രാഷ്ട്രീയ പ്രവർത്തകർ കൃത്യമായി ഭരണഘടനയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു അവസ്ഥയുണ്ടാകണം. വളരെ അപകടകരമായ ഒരു അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എന്നാൽ ഏറ്റവും പ്രത്യാശയുള്ള സമയമാണ്. കാരണം എന്റെ കാഴ്ചപ്പാടിൽ ഒരു 30 വർഷം നമ്മുടെ മുമ്പിലുണ്ട്, കേരള ക്രൈസ്തവരുടെ മുമ്പിൽ. അത് വെറുതെ അലസതയിൽ നിന്നാൽ നടക്കുകയില്ല. എണ്ണയിട്ട യന്ത്രം പോലെ പ്രാർത്ഥനയും ബോധവൽക്കരണവും അപ്പോളജിസ്റ്റിക്കും ഒരുമിച്ച് ചേർത്ത് വെച്ചാൽ, ഒപ്പം ക്രിസ്ത്യാനികൾ പിൻവാങ്ങി, രാഷ്ട്രീയ മേഖലയിൽ നിന്ന് പിന്മാറി, ക്രിസ്ത്യാനികൾ പിന്മാറുന്നിടത്ത് പകരം കടന്നു വരുന്നത് എന്താണെന്ന് മനസ്സിലാക്കുവാൻ ക്രൈസ്തവ ലോകത്തിന് സാധിക്കണം. അവിടെ കടന്നു വരുന്നത് ജഡികവാദമാണ്, മനുഷ്യൻ വെറും ശരീരമാണെന്ന വാദമാണ്. പിന്നെ കടന്നു വരുന്നത് ഒന്നുകിൽ മതാധിപത്യമാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയാധിപത്യമാണ്. അപ്പൊ ക്രിസ്ത്യാനികളുടെ മുഖ്യധാരയിൽ നിന്ന് പിന്മാറ്റം ആ സമൂഹത്തിന്, പൊതുസമൂഹത്തിന് തന്നെ, ക്രൈസ്തവവും അക്രൈസ്തവുമായ സമൂഹത്തിന് അപകടമാണെന്ന് പുതിയ മക്കളോട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. ഞാൻ എൻ്റെ മക്കളോട് പറയാറുണ്ട്, ക്രിസ്ത്യാനിറ്റി സാമൂഹ്യ രാഷ്ട്രീയ മാനവിക ജനാധിപത്യ അനിവാര്യതയാണ്. അപ്പൊ ഈ വിഷയം നമ്മൾ പുതിയ ആൾക്കാരോട് പറഞ്ഞു കൊടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇന്ന് ഭൂമിയിൽ സമാധാനം പുലരുവാൻ, ജനാധിപത്യം പുലരുവാൻ ഏറ്റവും നല്ല ദർശനം മുമ്പോട്ട് വെക്കുന്നത് ക്രിസ്ത്യാനിറ്റിയാണ്. അതുകൊണ്ട് ക്രിസ്ത്യാനിറ്റി അനിവാര്യതയാണ് എന്ന് പഠിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. അപ്പൊ കേരളത്തിന് ഒരു 30 വർഷത്തെ അവസരം അലസത വെടിഞ്ഞ് ഈ പറയുന്ന കപട മതേതരത്വം ഒഴിവാക്കിക്കൊണ്ട് മനുഷ്യനെ സ്നേഹിക്കുകയും മതങ്ങളെ തുറന്നു കാണിക്കാൻ തയ്യാറാകുന്ന ഒരു അവസ്ഥയുണ്ടാകണം. ദൈവത്തെക്കുറിച്ചുള്ള തെറ്റായ അറിവ്, അപൂർണമായ അറിവ്, അജ്ഞത, ഈ വക കാര്യങ്ങളാണ് ഇന്ന് മനുഷ്യരാശിയുടെ പ്രശ്നത്തിന് കാരണം. അപ്പൊ ശരിയായ അറിവ് ലഭിച്ച ക്രിസ്ത്യാനികളാണ്. ക്രിസ്ത്യാനികൾ നിശബ്ദരായിരുന്നാൽ എന്ത് പറ്റും? അപ്പൊ അതുകൊണ്ട് ശരിക്കും ആത്മശോധനാപരമായി എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ, ആത്മശോധനാപരമായി ഞാൻ കൂടുതൽ അപ്പോളജറ്റിക്കായിട്ട് സംസാരിക്കേണ്ടിയിരിക്കുന്നു, പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു, കൂടുതൽ സാക്ഷ്യം ചെയ്യേണ്ടിയിരിക്കുന്നു, എന്റെ മക്കളോട് പത്രം വായിക്കാൻ പറയേണ്ടിയിരിക്കുന്നു. എന്താണ് യമനിൽ നടക്കുന്നത്? യമനിൽ നടക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യർ യമനിൽ കൊല്ലപ്പെട്ടു. ഒരു പക്ഷത്ത് സൗദിയാണ്, മറുപക്ഷത്ത് ഇറാനാണ്. ആർക്കും പരാതിയില്ല. ഇവിടെ പ്രകടനങ്ങൾ വേണ്ട. കാരണം 2 പക്ഷത്തും അവരാണ്. LDFന് പ്രകടനം വേണ്ട, UDFന് പ്രകടനം വേണ്ട. യമനിലെ പ്രതി എത്ര കുഞ്ഞുങ്ങളാണ് പട്ടിണി കിടക്കുന്നത്? പച്ചില പറിച്ച് വെള്ളത്തിലിട്ട് വേവിച്ച് തിന്നുന്നു, നമ്മൾ കണ്ടു. ഇവിടെ ആർക്കും പ്രശ്നങ്ങളില്ല. ഈ ഇരട്ടത്താപ്പ് നമ്മൾ തിരിച്ചറിയുക. ഇത് നമുക്ക് തുറന്നു കാണിക്കാൻ, പൊതുസമൂഹത്തോട് തുറന്നു കാണിക്കാൻ സാധിക്കണം. മക്കളോട് ഇത് പറഞ്ഞു, പുതുതലമുറയോട് പറഞ്ഞു കൊടുക്കാൻ പറ്റണം, സമൂഹത്തോട് പറയണം, അവരോട് തന്നെ നമുക്കിത് പറയാൻ പറ്റണം. അപ്പൊ എക്സ്പോസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള വഴി. ആത്മശോധനാപരമായി നമ്മൾ
ഈ പറയുന്ന കപട മതേതരത്വത്തിന്റെ മുഖംമൂടി മാറ്റിവെച്ചുകൊണ്ട് മനുഷ്യത്വത്തിന്റെ പുത്തൻ മുഖംമൂടി പോലെ പുത്തൻ മുഖം ധരിക്കുവാൻ, അത് ഉറക്കെ പറയുവാൻ നമ്മൾ തയ്യാറാണ്. ഓക്കെ, വ്യക്തമാണ്. വളരെ ശക്തവും വ്യക്തവുമായിട്ടുള്ള ആശയങ്ങളാണ് ചർച്ചയിൽ പങ്കുവയ്ക്കപ്പെട്ടത്. ആഗോള തലത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ കേരളത്തിന് ഒരു പാഠമാകട്ടെ. അലസത വിട്ടുണർന്ന് ഒരു ജാഗ്രതയിലേക്ക് വരുവാൻ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന് സാധിക്കട്ടെ. ഒപ്പം തന്നെ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഗൂഢതന്ത്രങ്ങളെ തിരിച്ചറിയുവാൻ പാശ്ചാത്യ രാജ്യങ്ങളിലെ ജനങ്ങൾക്കും സാധിക്കട്ടെ. ഈ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത അഡ്വക്കേറ്റ് ശ്രീ വി.സി. സെബാസ്റ്റ്യൻ, ഡോക്ടർ ജോസൂട്ടി ജെ ഒഴികയിൽ, ഒപ്പം തന്നെ ശ്രീ ജെറാദ്, 3 പേർക്കും നന്ദി.